സുഹൃത്തുക്കളെ, നമ്മുടെ തെരുവിൽ നടക്കുന്ന ചർച്ചയുടെ രണ്ടാമത്തെ ദിവസമാണ്, രണ്ടാമത്തെ പ്രാവശ്യം. കഴിഞ്ഞ മാസം നമ്മൾ നടത്തിയത് ശാസ്ത്രത്തിൽ മതം കടക്കുമ്പോൾ എന്ന വിഷയമാണ്. അത് ശാസ്ത്ര ദിനത്തിലാണ് സംഘടിപ്പിച്ചത്. അത് ഇപ്പോൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്, ജനാധിപത്യം എന്ന വിഷയം തന്നെയാണ്. ജനാധിപത്യത്തെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഇന്ത്യയിലുള്ള ജനാധിപത്യത്തിൻ്റെ അവസ്ഥ. നമ്മൾ സംസാരിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? ഇത് ഈ പോസ്റ്റ് ഇട്ടപ്പോൾ ഒന്ന് രണ്ട് വ്യക്തികളുടെ കമൻറ്റാണ്. നിങ്ങൾ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ സംഘടിപ്പിച്ചിട്ട് എന്താ നേട്ടം, എന്ത് സംഭവിക്കും? അപ്പോൾ സംസാരിക്കാതിരുന്നല്ല, മിണ്ടാതിരുന്നാൽ സംഭവിക്കുന്നത് എന്താ? ഈ രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യത്തെ കൈകാര്യം ചെയ്യുന്നത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് വിധേയമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഒരാളുടെ അഭിപ്രായം പ്രകാരം വേറൊരു രാഷ്ട്രീയ നേതാവിനെ അകത്താക്കുക, ഒറ്റ വ്യക്തിയുടെ അഭിപ്രായം, തെളിവുകളില്ല. ഇങ്ങനെ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ വളരെ പ്രധാനമാണ്. മതരാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ ഒരു മതരാഷ്ട്രീയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിരീക്ഷണങ്ങൾ പറയുന്നത്. നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായ പാകിസ്ഥാൻ ഒരു മതരാജ്യമാണ്. അവിടുത്തെ ജനാധിപത്യത്തെക്കുറിച്ച് നമുക്ക് എത്തി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നതാണ്. അവിടെ അറിയാമല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തിൻ്റെ ഘടകമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യവും സന്തോഷവും തന്നെയാണ്. ഇന്ന് ലോകത്ത് സ്വാതന്ത്ര്യവും സന്തോഷവും നൽകുന്ന രാഷ്ട്രങ്ങളെക്കുറിച്ച് നമ്മളെപ്പോലുള്ള കക്ഷികൾക്കെല്ലാം അറിയാം. പക്ഷെ നമ്മുടെ പൊതുബോധം ഇതിനെക്കുറിച്ച് വലിയ ബോധവാനറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ മിണ്ടിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ പല ആൾക്കാരും ഇവിടെ എഴുതാറുണ്ട്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട്, പക്ഷെ നമ്മൾ മിണ്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് അല്ലെങ്കിൽ ഫിൻലാൻഡിൽ ജീവിക്കുന്ന ഒരു പൗരൻ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ ഭൂമി എന്ന ഗ്രഹത്തിലെ എല്ലാ ഭാഗത്തുമുള്ള മനുഷ്യർ പല ഭാഗത്ത് ജീവിക്കുകയാണ്. അവരുടെ എല്ലാവർക്കും ഉള്ള സ്വാതന്ത്ര്യം ലഭിക്കണം. ആ ലഭിക്കാത്തൊരു കാരണം മതരാഷ്ട്രീയം ശക്തമായി കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ തെരുവിലെ ചർച്ചകൾ, നമ്മൾ ഓരോ വ്യക്തികളും അവരുടേതായ മിണ്ടലുകൾ അല്ല അവരുടേതായ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. ഇത് വലിയൊരു പ്രഭാഷണ കൂട്ടമല്ല. ഓരോ വ്യക്തികളുടെയും നമുക്കിങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സുഖം കിട്ടുന്ന സാധനമുണ്ട്. അത് വ്യക്തിപരമാണ്. അതോടൊപ്പം സമൂഹത്തിൽ പരിവർത്തനം നടക്കുമെങ്കിൽ അത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ വിജയമായി കാണാം. നമ്മൾ നോക്കുകയാണെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ് ജനാധിപത്യത്തെ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അവരും ജനാധിപത്യത്തെ തന്നെ വളരെ വ്യാഖ്യാന രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അസ്വാതന്ത്ര്യങ്ങളും സന്തോഷമില്ലായ്മയും അവരുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ജനാധിപത്യം നമുക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ജനാധിപത്യത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും മഹത്തായ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ്. അത് ആധുനികതയാണ്. ഓരോ കാലഘട്ടത്തിലും അത് മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റങ്ങളനുസരിച്ച് ജനാധിപത്യത്തെ പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഈ ചർച്ച, ഈ തെരുവിലെ ചർച്ച ആദ്യമായി സംസാരിക്കാൻ വേണ്ടി ജനാധിപത്യത്തെ നല്ല രീതിയിൽ നിരീക്ഷിക്കുകയും എഴുതുകയും ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തന പരിസ്ഥിതി പ്രവർത്തകനുമായ അനിൽ ഇ.പി. ആദ്യമായി ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, നാസിക് നേഷൻ്റെ സ്ട്രീറ്റ് ഡയലോഗ്സിലെ രണ്ടാമത്തെ പരിപാടിയിലാണ് ജനാധിപത്യം മതരാഷ്ട്രവുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രതിപ്രവർത്തിക്കുന്നത് എന്ന രീതിയിൽ ഒന്ന് ഇടപെടാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ നാളിതുവരെയുള്ള മനുഷ്യ സമൂഹത്തിലെ വളർച്ചയിൽ ജനാധിപത്യം ഏറ്റവും മെച്ചപ്പെട്ട ഒരു പൊതു സംവിധാനമാണെന്ന് നമ്മുടെ ഇടയിൽ പൊതുവായൊരു ധാരണ ഉണ്ടാകാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ ജനാധിപത്യ സംവിധാനത്തിനുള്ളിലാണ് എതിർക്കപ്പെടുന്നവരുടെ ശബ്ദം പരിപൂർണമായി നിലനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ അധികാരം കൈയാളുന്ന ഭൂരിപക്ഷത്തിൻ്റെ
അഭിപ്രായത്തെ മാനിക്കാനുള്ള അവസരം ഒരുങ്ങുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എതിർക്കുന്നവനും അനുകൂലിക്കുന്നവനും ഒരുപോലെ ഇടം നൽകുന്ന ഒരു പൊതു സംവിധാനം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തിൻ്റെ ഗുണപരമായ വശം എന്ന് പറയുന്നത് അത് പാരമ്പര്യവാദത്തെ സമ്പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. പാരമ്പര്യവാദം ഒരുപക്ഷെ നമ്മളെപ്പോലുള്ള ഇന്ത്യക്കാർക്ക്, മലയാളികൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മകനായിപ്പോയി എന്നതുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മകനെ ഫിസിക്സിൻ്റെ സെമിനാറിലേക്ക് വിളിക്കാതിരിക്കും എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്ന നാളിതുവരെയുള്ള ഏറ്റവും ആരോഗ്യകരമായ ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിൽ ഏറ്റവും ഗുണപരമായ ഇത്തരം വശങ്ങൾ നിലനിൽക്കെ തന്നെ അതിൻ്റെ പരിമിതികളും ബോധ്യപ്പെടുന്നവരാണ് നമ്മൾ. കേവലമായ ഭൂരിപക്ഷത്തിൻ്റെ അധികാരം എന്ന തരത്തിൽ ജനാധിപത്യം വ്യാഖ്യാനിക്കപ്പെടുന്നു. സാമ്പത്തികമായ ഉൽപ്പാദനവും വിതരണവും, സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ജീവിയാണല്ലോ മനുഷ്യൻ. അപ്പോൾ സാമ്പത്തികമായ വ്യവഹാരങ്ങളിലെ അസ്വാഭാവികതയെ ജനാധിപത്യം വേണ്ട വിധത്തിൽ അംഗീകരിക്കാൻ പരാജയപ്പെടുന്നതൊക്കെ അതിൻ്റെ പരിമിതികളാണ്. ആ പരിമിതികൾ ഒരുപക്ഷെ രാഷ്ട്രീയമായ വിലയിരുത്തലുകൾക്ക് നിരന്തരം വിധേയമായിക്കൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പാരമ്പര്യവാദത്തെ, ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് മനുഷ്യ സമൂഹം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കടന്നുപോയ ഫ്യൂഡൽ, ഇല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയുന്ന അടിമ ഉടമ വ്യവസ്ഥയിലൊക്കെ ഇല്ലാത്ത തരത്തിൽ ജനാധിപത്യത്തിന് ഇത്ര വലിയൊരു പ്രാധാന്യം ലോകത്തിലാകെ ലഭിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജനാധിപത്യം നമ്മൾ മുമ്പ് പറഞ്ഞ ഈ പുണ്യ പരിപാലന പാരമ്പര്യവാദത്തെ 100% നിഷേധിക്കുന്ന ഒരു സംവിധാനമായിരിക്കുമെന്നാണ്. എന്നാൽ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇതേ ജനാധിപത്യത്തെ മുൻനിർത്തി എങ്ങനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന, നമ്മൾ പറയുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് മതവുമായി ഒത്തുപോകുന്നതെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് സീസറിനെ ഓർത്തെടുക്കേണ്ടി വരും. സീസർ ഒരേ സമയം രാജാവും എന്നാൽ മതത്തിൻ്റെ അധിപനുമാകുന്ന ഒരു പ്രത്യയശാസ്ത്ര ഇടപെടൽ സീസറിൻ്റെ കാലത്ത് ആരംഭിച്ചിരുന്നു 4-ാം നൂറ്റാണ്ടിൽ. അതിൻ്റെ പേര് തന്നെ സീസർ പാപ്പിസം എന്നാണ്. എന്നുവെച്ചാൽ മതപരമായ അവസാന വാക്കായ പോപ്പും സീസറും ചേരുന്ന ഒരു പ്രത്യയശാസ്ത്ര സംവിധാനം. അപ്പം സീസർ പാപ്പിസം എന്ന് പറയുന്ന ഒരു നിലപാടിലൂടെ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ജനാധിപത്യത്തെ പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത്. ഞാനത് വിശദീകരിക്കല്ല. അപ്പോൾ ജനാധിപത്യത്തെ പറ്റിയുള്ള നമ്മുടെ ഒരു സാമാന്യ ധാരണ മതത്തിനും ജാതിക്കും പ്രാദേശികവാദത്തിനും വംശീയതയ്ക്കുമൊക്കെ അതീതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണെന്ന് നമ്മൾ ധരിച്ചു വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യത്തെ മതം, ഇല്ലെങ്കിൽ വിശ്വാസം, ഇല്ലെങ്കിൽ ജാതി ഒക്കെ സ്വാംശീകരിക്കാൻ പല ഘട്ടങ്ങളിലും പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. അതിൻ്റെ വളരെ അപകടകരമായ ഒരു വഴിത്തിരിവിലേക്ക് നമ്മുടെ രാജ്യം എത്തപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജനാധിപത്യത്തെ പറ്റി പറയുമ്പോൾ പൊളിറ്റിക്കൽ റിലീജിയനിസത്തെ പറ്റി പോലും പറയാൻ നമ്മൾ നിർബന്ധിതമാകുന്നത്. ഇപ്പോൾ ലോകത്തിൽ ഇന്ന് നിലവിലുള്ള സംഘർഷങ്ങൾ, മനുഷ്യവർഗത്തിൻ്റെ സംഘർഷങ്ങൾക്ക് വിവിധ കാരണങ്ങളുണ്ടെങ്കിൽ പല സംഘർഷങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം ഈ പറയുന്ന പൊളിറ്റിക്കൽ റിലീജിയനിസം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് എന്ന് ഓർത്തെടുത്തുകൊണ്ട് വേണം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മുടെ ജനാധിപത്യം ഒരു പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിൻ്റെ ആക്രമണത്തിന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന ഇടർച്ചകളെ പറ്റി ആലോചിക്കേണ്ടി വരുന്നത്. ഞാൻ ദീർഘിപ്പിക്കത്തില്ല, വളരെ ചുരുക്കി ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇതിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഓടി വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഗസയിലെ സംഭവം. സിയോണിസം മുന്നോട്ട് വെക്കുന്നത്, സിയോണിസം എന്ന് പറയുന്നത്, സിയോൺ എന്ന് പറയുന്നത് കേവലം ഒരു നാടിൻ്റെ പേരാണ്. ആ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറയപ്പെടുന്ന എന്നാൽ ഇന്ന് യഹൂദർ മുന്നോട്ട് വെക്കുന്ന സിയോണിസം മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ സിയോണിസം, ഇല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി ഒരു വിശ്വാസം തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് വളരെ കൃത്യമായി ഒരു ഇന്ത്യക്കാരൻ ഇന്ന് മനസ്സിലാക്കുമ്പോൾ, ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ നിർബന്ധിതമാകുമ്പോൾ സിയോണിസം മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ അതിർവരമ്പുകൾ, ഒരു രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ ഞങ്ങളുടെ ദൈവപുത്രൻ പറഞ്ഞ അതിർവരമ്പുകൾ ആയിരിക്കണം എന്നതാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് മറക്കരുത്.
പഴയ നിയമത്തിൽ പറയുന്നു എന്തായിരിക്കണം ഈ പറയുന്ന ഇസ്രയേലിൻ്റെ അതിർത്തികൾ. അവർ പറയുന്ന അതിർത്തി ഇതാണ്: മെഡിറ്ററേനിയൻ, പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ തീരം മുതൽ അങ്ങ് ജോർദാൻ, ഈജിപ്റ്റ് കടൽ, ഇങ്ങനെ പോകുന്ന നിലവിലുള്ള സിറിയ, ഈജിപ്റ്റ്, ജോർദാൻ, ഇസ്രയേൽ തുടങ്ങിയ 4 രാജ്യങ്ങൾ ചേരുന്ന ഒരു രാജ്യം. അതാണ് ഞങ്ങളുടെ ദൈവപുത്രൻ മുന്നോട്ട് വെക്കുന്ന യഹൂദ രാജ്യം. അത് സ്ഥാപിച്ചെടുക്കലായിരിക്കും ഞങ്ങളുടെ ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പൊളിറ്റിക്കൽ സിയോണിസം ഒരു വശത്ത് വലിയ യുദ്ധക്കളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതേ ആളുകൾ തന്നെ നമ്മളോട് പറയുന്നു, ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കുന്നത്? ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പുണ്യരാജ്യം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ഭൂമിക്ക് വേണ്ടിയാണ്. എന്തിനാണ്? ഈ പറയുന്ന സ്വർഗരാജ്യം, ഈ ഭൂമിയിലെ സ്വർഗരാജ്യം ഞങ്ങൾ ഇങ്ങനെ സ്ഥാപിക്കുമ്പോൾ ഇതിനോടൊപ്പം അതിർത്തികൾ മാത്രം നിർവചിച്ചാൽ പോരാ, അതിൽ അതിനിർണായകമായ ഒരു റോള് നമുക്കുണ്ട്. എന്താണ്? 3ാം ദേവാലയം പണിയണം എന്ന് പറഞ്ഞാൽ, ടെമ്പിൾ മൗണ്ടിൽ 1ാം ദേവാലയം തകർക്കപ്പെട്ടു എന്ന് വിശ്വാസികൾ കരുതുന്നു. 2ാം ദേവാലയം തകർക്കപ്പെട്ടതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ആ സ്ഥലത്ത് 3ാം ദേവാലയത്തിൻ്റെ കല്ലുണ്ട്. ആ കല്ല് നിലവിലുള്ളത് ഇസ്ലാമിക വിശ്വാസികൾ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായി കരുതുന്ന ദേവാലയത്തിനുള്ളിലാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് സ്ഥാപിക്കണം? 3ാം ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കിയാൽ മാത്രമേ ദൈവപുത്രന് മടങ്ങി വന്ന് ഈ ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ എന്ന് പറയും. ഇവിടെയാണ് പൊളിറ്റിക്കൽ ഹിന്ദുയിസം ഈ രാജ്യത്തെ ജനങ്ങളോട് എന്തു പറയുന്നു എന്നും, ലോക ചരിത്രത്തിൽ എന്തിനാണ് മതം ഇല്ലെങ്കിൽ വിഭാഗീയമായ ഇത്തരം ചിന്തകൾ ഇങ്ങനെ രാഷ്ട്രീയമായി ഇടപെടുന്നെന്നും മനസ്സിലാക്കുമ്പോൾ, ആലോചിക്കുമ്പോഴാണ് 2ാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യത്വരഹിതമായ ഇടപെടൽ നടത്തിയ 2 വ്യക്തികളും 2 മതങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദങ്ങളെ പരിശോധിക്കേണ്ടി വരുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു ഡേറ്റ് ഉണ്ട്. 1941 നവംബർ 28. 1941 നവംബർ 28 ജെറുസലേമിലെ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന വാക്ക്, അതിനെന്താ പറയുന്നത്, ഹാജി എന്നൊക്കെ പറയും, ഒരു സ്ഥാനപ്പേരുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക ദേവാലയത്തിൻ്റെ പ്രതിനിധി ഹിറ്റ്ലറെ നേരിട്ട് കാണുന്നു. എന്നിട്ട് പറയുകയാണ്, നമുക്ക് 2 പേർക്കും ഒരേ ശത്രുക്കളാണ്. ആരൊക്കെയാണ് ശത്രുക്കൾ? ഒന്ന് യൂറോപ്പിലെ ജനങ്ങൾ എന്ന് വെച്ചാൽ സ്വാഭാവികമായി യൂറോപ്പ് എന്ന രാജ്യസമൂഹം. 2 ജൂതന്മാർ. 3 കമ്മ്യൂണിസ്റ്റുകൾ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹിറ്റ്ലർ, നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന ആ ഹാജി എന്ന് പറയുന്ന, ഹാജി ഹസൻ എന്ന് പറയുന്ന ജെറുസലേമിലെ ഏറ്റവും വലിയ പള്ളിയിലെ ഏറ്റവും അവസാന വാക്ക് പറയുന്നു, നമ്മൾക്കൊന്നിക്കാം, നമ്മളുടെ പൊതുശത്രുക്കൾ ഇവർ 3 പേരാണെന്ന് അഡോൾഫ് ഹിറ്റ്ലറോട് പറയുകയാണ്. അതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് മുസോളിനി. ബെനറ്റോ മുസോളിനിയോട് ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടാക്കിയിരുന്നത് പോപ്പ് പയസ് 11 ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. ബെനറ്റോ മുസോളിനിയുടെ ഭരണകാലത്താണ് ഇന്ന് കാണുന്ന ഇറ്റലിയുടെ ഭാഗമായിരുന്ന വത്തിക്കാൻ സിറ്റിക്ക് സമ്പൂർണമായ അവകാശങ്ങൾ അംഗീകരിക്കുന്ന ഒരു രാജ്യമെന്ന പദവി കൊടുക്കുന്നത് ബെനറ്റോ മുസോളിനിയും ഈ പറയുന്ന പയസ് 11 പോപ്പുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു. നോക്കൂ, ലോകത്തെ കോടിക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയ ഏറ്റവും പൈശാചികമായ ലോകയുദ്ധത്തിൻ്റെ നിർണായകമായ മുഖങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു വിശ്വസിക്കുന്ന മുസോളിനിക്കും ഹിറ്റ്ലർക്കും എല്ലാ പിന്തുണയും നൽകാൻ ലോകത്തിലെ പ്രധാനപ്പെട്ട 2 മതങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഏറ്റവും അവസാനം കൽക്കത്തയിലെ ഒരു പാർലമെൻറ്റ് സീറ്റിലേക്ക് മത്സരിക്കുന്ന BJPയുടെ ഒരു സ്ത്രീ, അവർ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധികാരം പിടിക്കുന്ന നിർണായക യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പിന്തുണ നൽകിയ കുടുംബത്തിലെ പിൻഗാമിയായിരുന്നു എന്നും, അവർ BJPയുടെ പ്രതിനിധിയായി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അവിചാരിതമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യ ഒരു പക്ഷേ മതജാതി ബോധങ്ങളുടെ ഒരു കൂട്ടായ്മയാണെന്ന് പറയുമ്പോഴും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇതേ അവിശ്വാസികൾ ഒറ്റക്കെട്ടായി ഉയർത്തിയ വളരെ വിശാലമായ ഒരു മുദ്രാവാക്യത്തെ, ഒരു ആശയത്തെ അന്ന് മുതൽ സമ്പൂർണ്ണമായും തകർക്കാൻ ഗൂഢാലോചന നടത്തിയത് ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുമായി അവിഹിതമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത് അന്ന് മുതൽ പ്രവർത്തിക്കുന്ന
ഹിന്ദു മഹാസഭയുടെയും 1925 മുതൽ പ്രവർത്തിക്കുന്ന RSSൻ്റെയും ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഈ 3 നിറവും അപശകുനമായിരിക്കും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമുണ്ടാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ പതാക ത്രിവർണ്ണം ആകരുത്, അത് കാവിക്കൊടിയായിരിക്കണം. രാജ്യത്തിൻ്റെ ദേശീയഗാനം നിങ്ങൾ ഇപ്പോൾ അംഗീകരിക്കാൻ പോകുന്ന അന്ന് പറഞ്ഞതാണ് അംഗീകരിക്കാൻ പോകുന്ന ജനഗണമന ആയിരിക്കരുത്, മറിച്ച് ബ്രിട്ടീഷുകാരേക്കാൾ ഈ ഇന്ത്യക്ക് ശത്രുക്കൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ഈ രാജ്യത്ത് ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിമുകളെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന ഒരു നോവലിൽ എഴുതിയ വന്ദേ മാതരമായിരിക്കണം എന്ന് RSS, ഹിന്ദു മഹാസഭ, സവർക്കർ തുടങ്ങിയവർ കൂട്ടമായി ആവശ്യപ്പെടുമ്പോൾ അവർ സ്വപ്നം കണ്ട ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനമല്ല, മറിച്ച് അതൊരു പൊളിറ്റിക്കൽ റിലീജിയനിസം. ഇസ്രായേലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ സിയോണിസം, പാകിസ്ഥാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, സൗദി അറേബ്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാം, ഇല്ലെങ്കിൽ IS-ൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിക സ്റ്റേറ്റ്. ഇന്ത്യയുടെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ RSSകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഹിന്ദുയിസം സ്ഥാപിച്ചെടുക്കലിൻ്റെ ഒരു ദീർഘകാല പദ്ധതിയുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഒരു മതമൗലിക രാഷ്ട്രീയം വല്ലാതെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കാം, 2 മിനിറ്റ് കൂടി. ഇവിടെയാണ് എന്താണ് ഇംഗ്ലീഷിലെ ടേം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പേഴ്സൺ, എന്താണ് ഇൻഡിവിജ്വൽ, എന്താണ് സിറ്റിസൺ, എന്താണ് നേഷൻ, എന്താണ് സ്റ്റേറ്റ് എന്ന് വിലയിരുത്തേണ്ടി വരുന്നത്. നമുക്ക് ഒരു പക്ഷേ പൊതുവേ നമ്മൾ പറഞ്ഞു പോകുന്ന പദങ്ങളാണ്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ പേഴ്സണലി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വളരെ വ്യക്തിപരമായി ഇടപെടുന്നു ഇല്ലെങ്കിൽ നിൽക്കുന്നു, ഇൻഡിവിജ്വൽ. പേഴ്സണോ എ പേഴ്സൺ പെർട്ടൈൻ ടു ബി സോഷ്യൽ എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായി ഇടപെടുന്ന ഒരു സമൂഹം, ഒരാൾ, അതാണ് പേഴ്സൺ. വ്യക്തി വളരെ വ്യക്തിപരമാണ് ഇൻഡിവിജ്വൽ. എന്നാൽ സാമൂഹ്യമായ വിഷയങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് പേഴ്സൺ. സിറ്റിസണോ, സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഒരു ദേശീയതയുടെ അവിടുത്തെ അധികാരവുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് ഇടപെടാൻ അവസരം നൽകുന്ന വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കും? സിറ്റിസൺ. അതുകൊണ്ടാണ് ഒരു സൗദി അറേബ്യക്കാരനും എന്തല്ല, ഒരു സിറ്റിസൺ അല്ല, ഒരു ഇന്ത്യക്കാരൻ സിറ്റിസൺ ആണ്. കാര്യം സൗദി അറേബ്യയിൽ എന്തില്ല? നമ്മൾ പറഞ്ഞ ജനാധിപത്യമില്ല, പാരമ്പര്യവാദത്തിൻ്റെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശുക്ലത്തിൻ്റെ സൗകര്യം കൊണ്ട് അധികാരം ലഭിക്കുന്നവർ വാഴുന്ന നാട്ടിൽ വ്യക്തിയില്ല. മലയാളത്തിൽ പറഞ്ഞാൽ വ്യക്തിയില്ല, മറിച്ച് ഒരു ഇവിടെ മത്സരിക്കുന്ന ഒരു സിനിമാ നടൻ പറഞ്ഞതുപോലെ ആരാണ്? പ്രജകൾ മാത്രമേ ഉള്ളൂ, അവിടെ സിറ്റിസൺ ഇല്ല. പക്ഷേ ഇന്ത്യ ഈസ് എ സ്റ്റേറ്റ് ഓഫ് സിറ്റിസൺ. ഇങ്ങനെയുള്ളൊരു നാട്ടിലാണ് നേഷൻ എന്നത് സ്റ്റേറ്റിനെതിരെയുള്ള ഒരു വലിയ ജനാധിപത്യപരമായ മുന്നേറ്റമായി മാറേണ്ടത്. എന്താണ് നേഷനും സ്റ്റേറ്റും? സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ മഹാനായ രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ദേശീയതയെപ്പറ്റി കൂടുതൽ പറഞ്ഞാൽ ഈ ദേശീയത എന്ന് പറയുന്നത് മറ്റൊരു ടെർമിനോളജിയിലേക്ക് എത്തും. അതിൻ്റെ പേരാണ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്നാൽ പച്ച മലയാളം ഏറ്റവും മനോഹരമായ പദമാണ്, ഭരണകൂടമാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന കൂടം തന്നെയാണ്, തലയ്ക്കടിക്കാനുള്ള ഒരു ആയുധം. ആർക്ക് വേണ്ടി? ഒരു പറ്റം ആളുകൾക്ക് വേണ്ടി. പ്രതീകാത്മകമായി നമുക്ക് തോന്നും നമുക്ക് വേണ്ടി ആരുടെയോ തലയിലടിക്കുന്നു, അല്ല, കുറച്ച് ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി ഭൂരിപക്ഷം ജനതയുടെ മുകളിൽ അടിക്കുന്ന ഒരു കൂടമായിരിക്കും സ്റ്റേറ്റ്. ദേശീയത എന്നാൽ, നേഷൻ എന്നാൽ എൻ്റെ അയൽവക്കക്കാരൻ്റെ നിലനിൽപ്പിലൂടെ മാത്രമേ എനിക്ക് നിലനിൽക്കാൻ കഴിയൂ എന്നും, ഞാൻ വിശ്വാസിയോ അവിശ്വാസിയോ ആയിക്കോട്ടെ, പൊതു ഇടങ്ങളിൽ ഇത്തരം വിഭാഗീയതകളെല്ലാം ചർച്ച ചെയ്യുന്നത് മറിച്ച് മാനവികതയെ പറ്റിയാണ്, മനുഷ്യത്വത്തെ പറ്റിയുമാണ്, പ്രകൃതി വിഭവങ്ങളെ ഉത്തരവാദിത്തത്തോടെ അംഗീകരിക്കലാണ് എന്ന് പറയുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് കൂടെ ആളുകൾ പറയുമല്ലോ, അത് തന്നെ. പക്ഷെ അതിനു മുമ്പിൽ പശുവും ബ്രാഹ്മണനും സംരക്ഷിച്ചാൽ എന്നല്ല, മറിച്ച് ഈ ലോകത്തെ മുഴുവൻ ഒരു തറവാടായി കാണുന്ന ഈ ലോകമെന്നത് എൻ്റെ ചുറ്റുമുള്ള എൻ്റെ മരങ്ങൾ പുഷ്പിക്കുമ്പോഴാണ് എനിക്ക് സ്നേഹമുണ്ടാകാൻ സാധ്യത എന്ന് കവികൾ പറയുന്നത് പോലെയുള്ള ഒരു പൊതു സംവിധാനം ഉണ്ടാകണമെങ്കിൽ ഇൻഡിവിജ്വൽ ഉണ്ടായാൽ പോരാ, അവൻ സിറ്റിസണായി മാറണം. സ്റ്റേറ്റ് എന്ന സങ്കല്പത്തെ തകർക്കണം, അത് നേഷനായി മാറണം. ആ നേഷൻ എന്നത് ഒരു ഇൻ്റർനാഷണലിസത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ സാധ്യമാകണമെങ്കിൽ പൊളിറ്റിക്കൽ റിലീജിയനിസം ആത്യന്തികമായി സഹായിക്കുന്നത് ലോക കോർപ്പറേറ്റുകളെ മാത്രമായിരിക്കുമെന്നും, സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കാൻ ലോക കോർപ്പറേറ്റുകൾ കണ്ടെത്തുന്ന ഒരു തന്ത്രത്തിൻ്റെ ഒരു ടൂൾ എന്ന അർത്ഥത്തിലായിരിക്കും അത് പ്രവർത്തിക്കുന്നതെന്നും
വംശീയതയെ മുൻനിർത്തി ഭരണം നടത്തിയ നാസി രാഷ്ട്രീയം ലോകത്തോട് പറയുന്നുണ്ട് എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. ചുരുക്കത്തിൽ ഇന്ത്യ എന്ന ജനാധിപത്യ സംവിധാനം, ഇന്ത്യ എന്നത് ഓരോ മനുഷ്യരുടെയും ഭാവനയിലുള്ള ഒരു സംവിധാനമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ ഈ ഡീപ്പ് ബ്ലൂ ഉള്ള വളരെ കടുത്ത നീല നിറമുള്ള ഒരു പാസ്പോർട്ട് വെച്ചുകൊണ്ടല്ല ഞാൻ ഇന്ത്യക്കാരനെന്ന് പറയുന്നത്, മറിച്ച് ഞാൻ ഇന്ത്യക്കാരനാകുന്നത് ഞാൻ മലയാളി ആയതുകൊണ്ടാണ്, എൻ്റെ അയൽവാസിയായ തമിഴ്നാട്ടുകാരൻ എനിക്കുള്ളത് കൊണ്ടാണ്, എൻ്റെ തൊട്ടടുത്ത എൻ്റെയും കൂടി കടലായ അറബിക്കടലിൻ്റെ തീരത്ത് ഇതാ ശ്രീലങ്ക പോലുള്ളൊരു നാടുള്ളത് കൊണ്ടാണ്, എനിക്ക് എന്നെപ്പറ്റി പറയാൻ ലോകത്തിൽ മറ്റാളുകളുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു ഇന്ത്യ എന്നത് ഏതെങ്കിലും ഒരു ഭരണകൂട ഭീകരതയുടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ വൈവിധ്യങ്ങളുടെ ഈ നാടിനെ മതമൗലികതയുടെ കരാളഹസ്തങ്ങളിലേക്ക് എത്തിക്കുന്ന പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിനെതിരെയുള്ള യുദ്ധത്തിലൂടെ മാത്രമേ യഥാർത്ഥ ജനാധിപത്യം സാധ്യമാകുകയുള്ളൂ. ആ ജനാധിപത്യത്തെ ബോധപൂർവമായി തകർക്കാനുള്ള സാർവദേശീയ ഗൂഢാലോചന മറ്റ് പലതരത്തിൽ നമ്മുടെ നാട്ടിലും നടമാടുന്ന ഈ സാഹചര്യത്തിലാണ് നാസ്തിക് നേഷൻ ഇത്തരം ഒരു ചർച്ച ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദേശീയതയെ തകർക്കുക എന്നതാണ് പൊളിറ്റിക്കൽ റിലീജിയനിസത്തിൻ്റെ സിദ്ധാന്തം. അത് ലോകത്തിലുള്ള എല്ലാ മതസംവിധാനങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെ വരിഞ്ഞു മുറുക്കി കെട്ടുക എന്നതാണ് ഈ ലോകത്തിലെ മാനവികത അവശേഷിക്കുന്ന മനുഷ്യരുടെ, വിശ്വാസികളല്ലാത്ത മനുഷ്യരുടെ, സെക്കുലറിസത്തിലൂടെ ജീവിക്കണമെന്ന് പറയുന്നവരുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം. അത് മറന്നുപോയാൽ നഷ്ടപ്പെട്ട ഇല്ലെങ്കിൽ മുങ്ങിത്താഴുന്ന ഒരു കപ്പലിനെ ഓർത്ത കപ്പലിനുള്ളിൽ നെഞ്ചത്തടിക്കുന്ന ഒരു നിഷ്കളങ്കനായ, രക്ഷപ്പെടാൻ ഒരവസരവുമില്ലാത്ത മുങ്ങിത്താഴുന്ന മനുഷ്യരായി ഇന്ത്യയിലെ 140 കോടി മനുഷ്യർ ഉണ്ടാകും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ അവതരണം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൽപ്പറ്റ നാരായണൻ പറഞ്ഞതുപോലെ ഒരു തലച്ചോറും 140 കോടി ശരീരവുമുള്ള ഒരു സത്വത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും, അതെത്ര ഭീകരമായിരിക്കും എന്ന്. അപ്പോൾ ഒരു തലച്ചോറിലേക്ക് ഇന്ത്യയെ ചുരുക്കുകയാണ്, ഒരൊറ്റ തലച്ചോറിലേക്ക്, ഒരു ചിന്തയിലേക്ക്, ഒരു ഭാഷയിലേക്ക്, ഒരു ജാതിയിലേക്ക്, ഒരു മതത്തിലേക്ക് ഇന്ത്യയെ ചുരുക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് ഈ ജനാധിപത്യം പുലർന്നിരുന്ന, ഒരു പരിധിവരെയെങ്കിലും ജനാധിപത്യം പുലർന്നിരുന്ന ഈ രാജ്യത്ത് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും വളരെ രൂക്ഷമായി ഇനി നടപ്പിലാക്കാൻ പോകുന്നത്. അതിന് 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗീകരിച്ചിട്ടുള്ള 14 ഭാഷകളിൽ ഇന്ത്യയിലെ സാഹിത്യകൃതികൾ പ്രസിദ്ധീകരിക്കണം എന്നാണ് നിയമം. കഴിഞ്ഞ 3 കൊല്ലമായി ഒരൊറ്റ പുസ്തകം പോലും മലയാളത്തിലോ തമിഴിലോ ഇറങ്ങിയിട്ടില്ല. ആരും ശ്രദ്ധിക്കാത്തൊരു മേഖലയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരൊറ്റ പുസ്തകം പോലും മലയാളത്തിലോ തമിഴിലോ ഇറങ്ങിയിട്ടില്ല. മറ്റു ഭാഷകളെ കുറിച്ച് എനിക്കറിയില്ല. ഈ 2 ഭാഷകളിലും ഇറങ്ങിയിട്ടില്ല എന്നെനിക്ക് വളരെ വ്യക്തമായി പറയാം. അപ്പം ഇവിടെ ഇവർ ഈ പറയുന്ന ഈ നാഷണാലിറ്റിയെ കുറിച്ച് തന്നെ പറയുന്നത് ഫീലിംഗ് ഓഫ് ഒൺനെസ് ആൻഡ് ഫീലിംഗ് ഓഫ് സെപ്പറേറ്റ്നെസ് എന്നാണ്. ഒന്നായി നമുക്ക് ഫീൽ ചെയ്യണം, അതുപോലെ തന്നെ വ്യത്യസ്തമായി നമ്മൾ പോരാടുകയും ചെയ്യുന്ന ഒരു മറ്റൊരു വശം കൂടി അതിനുണ്ട്. ആ രീതിയിലേക്കാണ്, അതായത് ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വില്യം ബെൻഡിക് എന്ന് പറയുന്ന അത്യാഗ്രഹിയായ ഒരു വൈസ്രോയി വരച്ചിട്ട അതിർത്തിക്കുള്ളിലാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യ നിൽക്കുന്നത്. അതിനു മുമ്പ് ഇന്ത്യ എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഉത്തരം. 600-ലേറെ നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ പോലും ഇല്ലായിരുന്നു എന്നുള്ളത്. തമ്മിൽ പോരാടുകയും ശത്രുക്കൾക്ക് കൈക്കൂലി വിളിച്ചു വരുത്തി ഇവിടെ യുദ്ധം ചെയ്യിക്കുകയും ചെയ്യുന്ന നാട്ടുരാജാക്കന്മാർ തമ്മിൽ പോരടിച്ചിരുന്നൊരു ഒരു രീതിയായിരുന്നു ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തതെല്ലാം ഉത്തമമായ കാര്യങ്ങളെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്ന ദേശീയത എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരൻ നമുക്കിവിടെ ഉണ്ടാക്കി തന്നൊരു ദേശീയത. അവൻ ഉണ്ടാക്കി തന്ന അതിർത്തിക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഭാരതത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മറ്റൊരു ഇന്ത്യയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് വിശാല ഭാരതത്തിനെ കുറിച്ച് ഇവർ വളരെ വാദോരാതെ പറയുന്നുണ്ട്. ആ വിശാല ഭാരതം എന്ന് പറയുന്നത് ഇറാൻ വരെ നീണ്ടു കിടക്കുന്ന പ്രദേശമാണ്. അത് ഭരിച്ചിരുന്നത് ആ ഇറാൻ വരെയുള്ള പ്രദേശത്തെ, ഒരു വടക്കേ ഇന്ത്യ അടക്കമുള്ള പ്രദേശത്തെ ഒന്നിച്ചൊരൊറ്റ രാജ്യമാക്കി ഭരിച്ചിരുന്നത് ഹിന്ദു രാജാവല്ല.
അത് ബുദ്ധമതക്കാരനായ അശോക ചക്രവർത്തിയാണ്. അതിനു മുമ്പുള്ള ചന്ദ്രഗുപ്ത മൗര്യനാണ്. അതിനുശേഷം വന്ന ജൈന മത രാജാക്കന്മാരാണ്. ഹർഷനെ പോലുള്ള ബുദ്ധമത വിശ്വാസികളാണ് ഇവിടെ ചക്രവർത്തിമാരെന്ന് പറയാവുന്നത്. ഒരിക്കലും ഒരു ഹിന്ദു എന്ന് പറയുന്ന, ഇന്നിവർ പറയുന്ന ഒരു ഹിന്ദുവും, ഒരു ഹിന്ദു രാജാവും ഒരു മഹാചക്രവർത്തിയായി ഇന്ത്യ ഭരിച്ചതായിട്ട് എങ്ങും ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നില്ല, തെളിവുകളും ലഭ്യമല്ല. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇന്ത്യയെ ഒരു വലിയ വൻ രാഷ്ട്രമാക്കി നിലനിർത്തിയത് മുഴുവൻ ഹിന്ദുക്കളല്ലാത്ത ജൈനനും ബുദ്ധനും ഒക്കെയാണ് ഇവിടെ ഒരു വലിയൊരു സാമ്രാജ്യം എന്നുള്ള നിലയ്ക്ക് ഭരിച്ചത്. അത് കഴിഞ്ഞ് മുഗൾ ചക്രവർത്തി, അതൊന്നും ഇപ്പോൾ പഠിക്കേണ്ടെന്നാണ് പറയുന്നത്. മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ അവിടെ അറിയുമ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരെ നമ്മൾ സ്നേഹിക്കുകയും മുഗളന്മാരെ തള്ളിപ്പറയുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മളെത്തി. മുഗളന്മാർ ഒരൊറ്റ നയാ പൈസ പോലും ഇവിടുത്തെ സ്വത്ത് ഇന്ത്യയുടെ കടൽ കടത്തി കൊണ്ടുപോയിട്ടില്ല. മറിച്ച് ഇവിടുത്തെ നിങ്ങളുടെയും എൻ്റെയും ഒക്കെ പൂർവികരുടെ നികുതി മുഴുവൻ പിരിച്ച് കടൽ കടത്തി കൊണ്ടുപോയത് ബ്രിട്ടീഷുകാരാണ്. ആ ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തെ പൂവിട്ട് പൂജിക്കുകയും മറിച്ച് ഇന്ത്യയിൽ ഇന്ന് നമുക്ക് കാണുന്ന സ്മാരകങ്ങൾ നിർമ്മിക്കുകയും ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്ന പല സ്മാരകങ്ങളും നിർമ്മിക്കുകയും അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയും ഇന്ത്യയിൽ ഉള്ള വരുമ ഉൽപ്പാദനം വെച്ച് ഇന്ത്യയിൽ തന്നെ മുടക്കുകയും ചെയ്ത നമ്മുടെ മുഗൾ ചക്രവർത്തിമാരുടെ പഠിക്കണ്ട എന്നാണ് തീരുമാനം. ഇവിടെ അതുപോലെ തന്നെ നമ്മളൊക്കെ ഒരുപക്ഷെ ഈ ഒരുപാട് അന്ധവിശ്വാസത്തിൻ്റെ പിറകെ പോകുന്നില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട്. ഞാൻ പലപ്പോഴും പലയിടത്തും പറയാറുള്ളൊരു കാര്യമാണ്, ഭഗവത്ഗീതയെ നമ്മുടെ ദേശീയ ഗ്രന്ഥമായി പ്രഖ്യാപിക്കാൻ പോകുന്നു. ചാതുർവർണ്ണ മയാസൃഷ്ടമെന്ന് പറയുന്ന അതിൻ്റെ ആപ്തമാക്കി ഉരുവിടുന്ന ഭഗവത്ഗീതയെ ദേശീയ ഗ്രന്ഥമായി പ്രഖ്യാപിക്കാൻ പോകുന്നു. സംസ്കൃതം ദേശീയ ഭാഷയായി മാറാൻ പോകുന്നു, ദേശീയ സാഹിത്യ ഭാഷയായി മാറാൻ പോകുന്നു. പക്ഷേ അവിടെ നമ്മൾ അറിയേണ്ടത് യാതും ഊരേ യാവരും കേളിയർ. ഈ ലോകം മുഴുവൻ എൻ്റെ ഊരാണ്, എൻ്റെ പ്രദേശമാണ്, ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം എൻ്റെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞു വച്ച തെന്നിന്ത്യൻ ഭാഷയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടും അതുപോലെ തന്നെ വിയർക്കുന്ന കർഷകനെ കുറിച്ച് എഴുതിയ ധർമ്മോപദേശ കാവ്യങ്ങളെ മുഴുവൻ കുഴിച്ചു മൂടിക്കൊണ്ടാണ് ചാതുർവർണ്ണ്യം മയാസൃഷ്ടം പറയുന്ന ഭഗവത്ഗീതയെ ദേശീയ ഗ്രന്ഥമാക്കി പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പം ഇതൊക്കെ ഒരു മതത്തിൻ്റെ പേരിൽ, ഒരുപക്ഷെ അങ്ങനെ ഒരു മതം ഉണ്ടോ എന്നുള്ളത് പോലും ഇന്ന് തർക്കത്തിലിരിക്കുന്ന ഒരു കാലത്ത് അത് ഹിന്ദുമതമാണോ അത് ബ്രാഹ്മണ മതമാണോ, 1000 BC 185 മുമ്പ് ഹിന്ദുമതം ഉണ്ടായിരുന്നോ എന്നുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നു. ആ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു മതത്തിനെ കുറിച്ചാണ് അതിനെ അടിസ്ഥാനപരമായി അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നത് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മളെല്ലായിടത്തും അവസാന ആശ്രയം നമ്മൾ നീതിക്ക് വേണ്ടി പോകുന്നത് കോടതിയാണ്. ഇത് പറയേണ്ടി വരുന്നതിൽ വേദനയുണ്ട്. കോടതിയിൽ നമ്മളിന്നൊരു കേസിന് പോയാൽ, നമ്മളൊരു നീതിക്ക് വേണ്ടി പോയാൽ നീതി കിട്ടുമെന്ന് ഇന്ത്യൻ ജനതയ്ക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, പെൻഷൻ പറ്റുന്ന ചില ജഡ്ജിമാർ ഉടൻ തന്നെ ഏതെങ്കിലും ഒരു കമ്മീഷൻ, ദേശീയ കമ്മീഷൻ്റെ ചെയർമാൻമാരായി കാണുന്നൊരവസ്ഥ. അങ്ങനെ ഒരു കമ്മീഷൻ ചെയർമാനായി റിട്ടയേർഡ് ജഡ്ജിക്ക് അങ്ങനെ ഒരു സ്ഥാനം ലഭിക്കണമെങ്കിൽ അദ്ദേഹം ജഡ്ജി ആയിരിക്കുമ്പോൾ ആർക്കൊക്കെയോ എന്തൊക്കെയോ ആനുകൂല്യം ചെയ്യേണ്ട ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണ ഒരു പൗരൻ നിലവിലിരിക്കുന്ന ഒരു സർക്കാരിനോ നിലവിലിരിക്കുന്ന ഒരു കോർപ്പറേറ്റിനോ എതിരെ നീതിക്ക് വേണ്ടി സമീപിച്ചാൽ 100% നീതി കിട്ടും എന്ന് നിങ്ങൾക്കും എനിക്കും ഉറപ്പോടെ പറയാൻ കഴിയുമോ? മതാധിപത്യം നിലവിലിരിക്കുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ചുള്ള ഇതൊരു വലിയ ഗുരുതരമായൊരു പ്രശ്നമാണ്. നമുക്കറിയാം, തിരഞ്ഞെടുക്കുന്ന ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഒക്കെ കൃത്യമായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ സാമ്പത്തിക അഴിമതിയിലൊക്കെ മുങ്ങിയതാണ്. ഇന്നലെ ഭരിച്ചവർ ഇന്ന് ഭരിക്കുന്നവർ ഒരുപക്ഷെ നാളെ ഭരിക്കാൻ പോകുന്നവരൊക്കെ അങ്ങനെയാവാം നമ്മൾ കാണുന്ന അതാണ്. അതുകൊണ്ട് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് മാറ്റി നിർത്തിയാൽ പിന്നെ ഇതിനെതിരെ പോരാടുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്ന ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമങ്ങളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കൈക്കൂലി കൈപ്പറ്റുന്ന മാധ്യമങ്ങൾ ഇന്ത്യൻ മാധ്യമങ്ങളാണെന്ന് ലോക സർവേ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആശ്രയിക്കാവുന്ന അത് ജുഡീഷ്യറിയാണ്. ആ
ആ ജുഡീഷ്യറിയുടെ സ്ഥിതി കൂടി പോയാൽ ഒരു സാധാരണ പൗരന് എവിടെ നിന്ന് നീതി ലഭിക്കും? മതാധിപത്യം വരുത്തുന്ന ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നാണ്. ഇതിപ്പോൾ ഇലക്ഷൻ ബോണ്ടിൻ്റെയൊക്കെ കഥകളൊക്കെ വരുന്ന ആ കഥകളൊക്കെ വളരെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. വളരെ, അതായത് നമ്മുടെ 2020 ഒരു നേതാവ് ഈ അടുത്ത കാലത്ത് പറഞ്ഞതാണ്, അയാൾ പിന്നെ അഴിമതിക്കെതിരെയൊക്കെ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവസാനം ഈ ബോണ്ട് പിന്നെ അഴിമതിയിൽ അദ്ദേഹത്തിൻ്റെ പേര് കൂടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഗതികേട് കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നാണ്. ഗതികേട് കൊണ്ട് ചെയ്യേണ്ടി വന്നു എന്നാണ്. കോർപ്പറേറ്റിനെ അനുകൂലിച്ചു കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. ഒരു വ്യവസായിക്ക് ഭീഷണിക്ക് വഴങ്ങി പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനുമൊക്കെ പണം കൊടുക്കേണ്ടുന്നൊരവസ്ഥ ഇന്ത്യയിൽ നിലവിലുണ്ട്. അങ്ങനെ പണം കൊടുത്ത്, അതായത് ഇലക്ഷൻ ബോണ്ടിന് പണം കൊടുത്ത് നിൽക്കുന്ന ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യവസായിയുടെ ലാഭം ഇരട്ടിപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ബാധ്യത കൂടി അധികാരത്തിലെത്തുന്ന സർക്കാരിനുണ്ട്. അപ്പം ഇവിടെയാണ് ജനാധിപത്യത്തിന് ആരോ പണ്ട് പറഞ്ഞതുപോലെ പണാധിപത്യം എന്നുള്ള പേരാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭംഗിയായി ചേരുക എന്നറിയാതെ ആരെങ്കിലും പറഞ്ഞു പോയാൽ അയാളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഞാനധികം നീട്ടുന്നില്ല, പറഞ്ഞാൽ ഒരുപാട് പിന്നെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന വിവരങ്ങളാണ് ഇനി എനിക്ക് പറയാനുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്ന വിവരം ഞാൻ എന്തിനാണ് വീണ്ടും ഇട്ട് ചർവണം നടത്തി നിങ്ങളെ മുഷിപ്പിക്കുന്നത്? ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്കൊന്നുമില്ലെങ്കിലും ഒരുപക്ഷെ നമ്മുടെ വർത്തമാനമൊന്നും കേട്ട് ആരും അങ്ങ് ബോധവൽക്കരിക്കപ്പെട്ട് നാളെ ഒരു വിപ്ലവകാരിയായി മാറുമെന്നോ ഇതിനെതിരെ വർത്തമാനം പറഞ്ഞ് രംഗത്തിറങ്ങുമെന്നുള്ള മൂഢവിശ്വാസവും നമുക്കില്ല. പക്ഷേ ഇതൊക്കെ മനസ്സിൽ ഈ വിങ്ങി നിൽക്കുമ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും ഒന്ന് ഛർദ്ദിച്ചു വെച്ചാൽ കിട്ടുന്നൊരു ആശ്വാസമുണ്ടല്ലോ. ആ ആശ്വാസത്തിനെങ്കിലും വഴി തുറക്കുമെങ്കിൽ അത്രയും നന്നായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സ്ട്രീറ്റ് ഡയലോഗ്സിൻ്റെ ഈ രണ്ടാമത്തെ ഇതിന് പിന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. തെരുവിലെ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്ന നാസി നേഷൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, മതരാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ജനാധിപത്യം നേടുന്ന വെല്ലുവിളികൾ എന്നുള്ളതാണ്. ജനാധിപത്യം എന്നുള്ളതിനെ നമ്മളെല്ലാവരും അതിൻ്റെ അർഹിക്കുന്ന അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. യഥാർത്ഥത്തിൽ വലിയൊരു ജനവിഭാഗത്തിന് നേരിട്ട് ഭരിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മളുടേതായ ചില പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും അവർ നമുക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹത്തിനടുത്ത് ഭരിക്കുകയും ചെയ്യുന്നതാണ് ജനാധിപത്യം. എന്നാൽ ഇന്നിവിടെ സംഭവിക്കുന്നതാകട്ടെ, നമ്മൾ കുറേ ആൾക്കാരെ തിരഞ്ഞെടുത്ത് വിടുന്നു. അവർക്ക് തോന്നിയ രീതിയിലുള്ള തോന്നിയവാസം, നമ്മളുടെ യാതൊരു അഭിപ്രായത്തിനും വിലയില്ലാത്ത കുറേ ഭരണചക്രങ്ങളും തിരിക്കുന്ന ഗതികെട്ട ഒരു, മൈത്രേയൻ്റെ ഭാഷയിൽ കടമെടുത്ത് പറഞ്ഞാൽ ഒരു അസംബന്ധം പിടിച്ച ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും നല്ല ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ജനാധിപത്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ഭരണഘടനയാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു തൂണ് പോലെ തന്നെ നിന്ന് എങ്ങനെ ഭരിക്കണം, എങ്ങനെ ജനങ്ങൾ ക്ഷേമമായിട്ട് നടത്തണം എന്നുള്ളത് ഉദ്ഘോഷിക്കുന്ന ഒരു ബുക്കാണ് നമ്മുടെ ഭരണഘടന, പ്രത്യേകിച്ചും ഇന്ത്യൻ ഭരണഘടന. എന്നാൽ ഈ മതാധിപത്യം അല്ലെ മതം ഈ ജനാധിപത്യത്തിലേക്ക് കടന്നാക്രമിക്കാൻ സംഭവിക്കുന്നത് ഭരണഘടന മാറുകയും അതിനു പകരം ഈ മതം മുൻപോട്ട് വയ്ക്കുന്ന, ഇപ്പം സാറ് പറഞ്ഞ പോലെ ഭഗവത്ഗീതയും അല്ലെ രാമായണവും മഹാഭാരതവും മനുസ്മൃതിയും യജ്ഞവൽക്ക സ്മൃതിയും ഇവിടെ കടന്നു വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ അവസാനത്തെ ഈ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ടറൽ എന്ന് പറയുന്ന പോലെ അവസാനത്തെ ഒരു പ്രതീക്ഷയാണ് കോടതി. ആ കോടതി പോലും ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പലപ്പോഴും കോട്ട് ചെയ്യുന്ന ഭരണഘടനയല്ല, മറിച്ച് മനുസ്മൃതിയിലെ പല കോട്ടിങ്ങളുമാണ്. ഇതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോഴാണ് മനുസ്മൃതിയിൽ എഴുതിയിരിക്കുന്നതിൽ അതിൻ്റെ ആമുഖത്തിൽ തന്നെ മനുസ്മൃതിയുടെ ആമുഖത്തിൽ ഒരു മഹാൻ എഴുതി വെച്ചിരിക്കുകയാണ്, ആധുനിക നിയമങ്ങളും കോടതികളും നടപ്പാക്കുന്നതിന് മുമ്പ് ഭാരതത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ ആധാര ഗ്രന്ഥങ്ങളായിരുന്നു മനുസ്മൃതിയും യാജ്ഞവൽക്ക സ്മൃതിയും. ഇന്നും ഹൈന്ദവ വ്യക്തി നിയമങ്ങൾ വ്യാഖ്യാനത്തിനടുത്ത് സംശയം വരുമ്പോൾ നിയമജ്ഞർ പ്രസ്തുത ഗ്രന്ഥങ്ങളെ അവലംബിക്കാറുണ്ട്. ഇപ്പോഴും കോടതി ചെയ്യുന്നതാണ്. എന്തെങ്കിലും സംശയം വരുമ്പോൾ അവരവലംബിക്കുന്ന ഗ്രന്ഥം മനുസ്മൃതിയാണ്. ഇനി നാളുകളിൽ ഈ ജനാധിപത്യത്തിൽ മതാധിപത്യം അല്ലെങ്കിൽ മതവും അതുദ്ഘോഷിക്കുന്ന ജാതിയും കടന്നു വരുമ്പോൾ ആദ്യമായി വരുന്ന ഗ്രന്ഥം ഒരുപക്ഷെ മനുസ്മൃതി ആയിരിക്കും.
ഈ മനുസ്മൃതി ആകട്ടെ, ഇത് വരുമ്പോൾ ഇതിൻ്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം. ഈ സ്മൃതി ആദ്യം തന്നെ പറയുന്നുണ്ട്, ഇവിടെ ജനങ്ങൾക്കൊരിക്കലും തുല്യത എന്നുള്ള, അല്ലെ ജനങ്ങളെ ഒരിക്കലും തുല്യമായിട്ട് കാണുന്നില്ല. ഇത് വർണ്ണാശ്രമ ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ഈ മനുസ്മൃതി. ഇവിടെ 4 വർണ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലേറ്റവും മഹനീയായ വർണ്ണം ബ്രാഹ്മണരാണെന്നും അവരെ സേവിക്കാനാണ് ബാക്കിയുള്ള വർണ്ണങ്ങളെല്ലാം. ശൂദ്രൻ്റെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെ സേവിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് പല ശൂദ്രരും ഞങ്ങൾ ശൂദ്രരല്ല അല്ലെങ്കിൽ ആണോ എന്ന സംശയത്തോടുകൂടി ബ്രാഹ്മണനെ പിന്തുടരുന്നൊരു കാര്യമുണ്ട്. ആ കാലങ്ങൾ വരാൻ പോകുന്നു. അപ്പോൾ പല ആൾക്കാരും ഇന്ന് ഉദ്ഘോഷിക്കുന്ന പല ആൾക്കാരും ഈ ബ്രാഹ്മണാധിപത്യത്തെ നമ്മൾ ഉദ്ഘോഷിക്കേണ്ട പിന്താങ്ങേണ്ടതായിട്ടും വരും. ഈ ഗ്രന്ഥങ്ങൾ ഇനിയും വരുന്ന കാലങ്ങളെല്ലാം ഒരുപക്ഷെ ഭരണഘടന വെളിയിൽ കളഞ്ഞിട്ട് ഈ ഗ്രന്ഥമാണ് പിന്തുടർന്നെങ്കിൽ, അത് ഇതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ രാമായണമൊക്കെ പലപ്പോഴും വായിക്കും. പല BJP RSSകാരൊക്കെ പറയുന്നുണ്ട് എല്ലാ കൊല്ലവും നമ്മൾ രാമായണ മാസം തന്നെ ആചരിക്കണമെന്ന് പറയുന്നുണ്ട്. രാമായണം വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യം വായിക്കുന്ന ഭംഗിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നവരിച്ച രാമരാമ ഭാഗ്യമ എന്നാണ് പറയുന്നത്. അത് വായിക്കുന്ന ഒരു ദളിതനും ഒരു ഈഴവനും ഒരു പട്ടികജാതിക്കാനും ഒരു ആദിവാസിയാണ് വായിക്കുന്നത്. വായിച്ച് പറയുന്നതാണ് ഭംഗിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്ന് അവതരിച്ച രാമരാമ ഭാഗ്യമ. അവിടെ ഒരു ദളിതന് ഭൂമി കൊടുക്കണമെന്നോ, ഒരു പട്ടികജാതിക്കാരന് ഭൂമി കൊടുക്കണോ, ആദിവാസി ഭൂമി കൊടുക്കണോ, ഒരു ഈഴവന് ഭൂമി കൊടുക്കണമെന്നോ ഒന്നും പറയുന്നില്ല. ഇവിടെ ഏറ്റവും ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ബ്രാഹ്മണർക്ക് വീണ്ടും ഭൂമി കൊടുക്കുവാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതാണ് നമ്മൾ വായിച്ച് ഈ ആന്തോളനം അല്ല നമ്മൾ വായിച്ച് ഏറ്റവും അധികം ആനന്ദ ഹർഷത പുളകരായി മാറുന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളാണ് വരുന്നത്. അതിന് യാതൊരു സംശയമില്ല. ഭഗവത്ഗീത മാത്രമല്ല പല ഗ്രന്ഥങ്ങളും വരും. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെങ്കിൽ ശ്രീ M എന്നുള്ള ഒരു ആധ്യാത്മിക ഗുരു എന്ന് പറയുന്ന ഒരു ഗുരുവിനെയും ആ ഗുരുവിനെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഈ അവസാന കാലത്ത് പോയി MA മലയാളത്തിൽ ഇരുന്നപ്പോൾ അവിടുത്തെ ഒരു സാറ് BJPക്കാരനായ സാറ് എനിക്ക് റെഫർ ചെയ്താണ് ഈ ശ്രീ M-ൻ്റെ മന്വന്തരങ്ങളുടെ എന്ന ബുക്ക് വായിക്കണമെന്ന്. ഞാനത് വായിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ മൂർത്ത തരം കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ആ പുസ്തകത്തിനടുത്ത് എഴുതി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് പക്ഷേ എൻ്റെ തലമുറയിലുള്ള ആൾക്കാർക്കൊക്കെ മാൻഡ്രേക്ക് എന്നൊരു കഥ വായിച്ചിട്ടുണ്ടായിരിക്കും. ദി ലീഫാക് സീമോർ ബാരിയർ മനോരമയിൽ കൃത്യമായിട്ട് വരച്ചെഴുതിയിട്ടുള്ളൊരു കഥയായിരുന്നു മാന്ത്രികനായ മാൻഡ്രേക്ക്. അതിനകത്ത് പറയുന്നുണ്ട് ഈ X എന്ന ലോകത്തിൽ നിന്ന് സ്ഫടികക്കട്ടകളുമായി വന്ന ഒരാൾ തെറോൺ എന്ന് പറയുന്ന ഈ മാൻഡ്രേക്കിൻ്റെ ഗുരുവിന് ഈ സ്ഫടികക്കട്ട കൊടുക്കുകയും അദ്ദേഹം അത് കഴിച്ചാണ് നിത്യ യൗവനം പ്രാപിക്കുകയും അല്ലെ നിത്യമായി ജീവിക്കുകയും ചെയ്യുന്നത്. ഈ M-ൻ്റെ പുസ്തകത്തിലും പറയുന്നതാണ് സപ്തർഷികൾ ലോകത്തിൽ നിന്നേക്ക് വന്ന് അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. സപ്തർഷികൾ ഒരാൾ മരിച്ചുപോയി, അദ്ദേഹം ആ മരണത്തിൻ്റെ ആ ശവം അദ്ദേഹത്തിൻ്റെ ഗുരുവും കൂടെ കൂടുവിട്ട് കൂടുമാറുന്ന വിദ്യ ഉപയോഗിച്ച് തിബറ്റിലൂടെ കടന്നു പോയപ്പോൾ അത് കണ്ടു എന്നാണ് പറയുന്നത്. ആ സപ്തർഷികൾ ഒരു ശവശരീരം അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. ആ സപ്തർഷികളായിട്ട് ഭക്ഷിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ സ്ഫടികക്കട്ടകളിൽ നിന്ന് കിട്ടുന്ന ഒരു അല്പം മാത്രം എടുത്ത് ഭക്ഷിച്ചാണ് അവർ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞു പോകുന്നത്. ഇങ്ങനെയുള്ള കെട്ടുകഥകളും അതിനകത്തെല്ലാം പറയുന്ന കെട്ടുകഥകളാണ്. അദ്ദേഹം കൂടുമാറുന്നു, മറ്റൊരിടത്ത് പോകുന്നു, ശവങ്ങൾ ഭക്ഷിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ പറയുന്നുണ്ട്. ഈ പുസ്തകമൊക്കെ ആയിരിക്കും നാളെ ഇവിടെ നമ്മൾ ഓരോരുത്തരും വായിച്ചു പഠിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിനൊക്കെ ഇവിടെ ഒരുപാട് സപ്പോർട്ടേഴ്സും ഉണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സപ്പോർട്ടേഴ്സ് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് ആയിരുന്നു ഇപ്പോൾ നിലവിലുള്ള. അതായത് ചെങ്ങറ ഭൂമി സമരത്തിൽ 1 സെൻറ്റ് ഭൂമിയില്ലാതെ 4 വർഷത്തോളം ലാഹ ഗോപാലിൻ്റെയും അല്ലെങ്കിൽ ഈ ആ സ്ത്രീയുടെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി, അല്ല പ്രാക്കാനം, എന്താ പ്രാക്കാനം എന്താ ശ്രീനാ പ്രാക്കാനമുള്ള ആർജവമുള്ള യുവതിയൊക്കെ ഒരു 4 കൊല്ലം കിടന്ന് അവിടെ സമരം ചെയ്താണ്. ആ സമരം ചെയ്തപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദനാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു, നിങ്ങൾക്കങ്ങനെ ഭൂമി തരാൻ എങ്ങനെ വെറുതെ ഇല്ലെന്നുള്ളത്. ഒരു 5-6 ഏക്കർ ഭൂമി കൊടുത്താൽ മതിയായിരുന്നു. ആ ആൾക്കാരെല്ലാം ആത്മഹത്യയിൽ നിന്നും അല്ലെ അവരെ പട്ടണയിൽ നിന്നും എല്ലാം രക്ഷപ്പെടുമായിരുന്നു. എന്നാൽ അങ്ങനെ ഭൂമി കൊടുക്കാൻ ഇല്ല എന്ന് പറഞ്ഞ് അവരുടെ ഇടയ്ക്കാണ് ശ്രീ M-ന് തിരുവനന്തപുരം കണ്ണായ സ്ഥലത്ത് ടെക്നോ പാർക്കിൻ്റെ അടുത്ത സ്ഥലത്തിന് 14 ഏക്കർ സ്ഥലം വളരെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ളതാണ്. ശ്രീ M ചെയ്തെന്താണ്? ശ്രീ M ഇവിടുത്തെ പല മന്ത്രിമാരെ മുഖ്യമന്ത്രിയും കേസുകൾ BJP ആസ്ഥാനത്ത് ഡൽഹിയിൽ ഡിസ്കസ് ചെയ്യുന്ന അതിൻ്റെ മീഡിയേറ്റർ ശ്രീ M ആണ് എന്നുള്ള പകൽ സത്യം വിളിച്ചു പറയാൻ പലർക്കും നമ്മളെപ്പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അല്ല ഇടതുപക്ഷ വക്താക്കൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഭയമാണ്. അവരൊക്കെ ഈ നാളെ ഈ M-ൻ്റെ പുസ്തകം ഈ മന്വന്തരങ്ങളുടെയും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മനുസ്മൃതിയൊക്കെ വായിച്ച് പഠിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ചും കോടതിയിൽ. അത് മൈത്രേയൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം തോന്നുന്നത്, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് ഇപ്പോൾ? ശരിക്കും കോടതി ഇപ്പം വായിച്ച് ഈ ഉത്തരവിറക്കുന്ന മനുസ്മൃതി ഉപയോഗിച്ചാണ്. ഈ ഇടയ്ക്ക് ഒരു ഉത്തരവിറക്കി എങ്ങനെയാണ് അമ്മായിയമ്മ അല്ലെ മരുമകൾ അമ്മായിയമ്മയോട് പെരുമാറേണ്ടെന്നുള്ളത് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് കോടതി പറയുന്നത്. ഇതെന്ത് അസംബന്ധമാണ്? നമുക്കും ഇതിനെ ചലഞ്ച് ചെയ്യാം.
മനുസ്മൃതിയാണെങ്കിൽ നിങ്ങൾ മനുസ്മൃതി തന്നെ ഈ ഉറച്ചു നിന്ന് വിധി പറയുമെന്നാണ്. അധ്യായം 5-ാം അധ്യായം മനുസ്മൃതി പറയുമ്പോൾ, കോടതിയുടെ വിധികൾ പറയുമ്പോൾ ഈ മനുസ്മൃതിയെ പറ്റി പറയുന്ന പറഞ്ഞാൽ ഇതാണ് ഇനിയും ജനാധിപത്യത്തിലോട്ട് കടന്നു വരുന്നത്. മതാധിപത്യത്തിലോട്ട് കടന്നു വരുമ്പോൾ ഭരണഘടനയ്ക്ക് പകരം അവർ മുമ്പോട്ട് വെക്കുന്ന ഗ്രന്ഥമാണ് മനുസ്മൃതി. എന്നുകൊണ്ടാണ് ഈ മനുസ്മൃതിയെ പറ്റി പറയുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് ചില സാധ്യതകൾ ഇതിനകത്തുണ്ട്. കാരണം ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാം, ഗുജറാത്തിലും അല്ലെ ഉത്തർപ്രദേശിലെ പശു ഹത്യ, അല്ലെ പശു ഭക്ഷണം, പശുവിൻ്റെ ഇറച്ചി കഴിക്കുക, അല്ലെ മാംസം കഴിക്കുക എന്നുള്ള ഇന്ത്യയിൽ മുഴുവൻ നിരോധിക്കണമെന്നാണ് എല്ലാ ആൾക്കാരും പറഞ്ഞ കോടതി വിധികൾ പറക്കുന്നുണ്ട്. ഒരാളെയൊക്കെ ഇപ്പം ഗുജറാത്തിലൊക്കെ പശുവിൻ്റെ ഹത്യ എന്നല്ല വധശിക്ഷ വരെ കിട്ടുന്ന കുറ്റങ്ങളാണ്. എന്നാൽ ഈ പറയുന്ന മനുസ്മൃതി 5-ാം അധ്യായത്തിൽ മാംസവിധി എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ തുടങ്ങണം, മന്ത്രം ജപിച്ച് പോഷണം ചെയ്തിട്ട് യജ്ഞത്തിൽ ഹവനം ചെയ്ത പശു ആദികളുടെ മാംസം ബ്രാഹ്മണന് ഇച്ഛയുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം ഭുജിക്കാം. മനുസ്മൃതി ഉപയോഗിച്ച് പശുക്കളെ കൊല്ലരുന്നോ അല്ലെ പശുഭക്ഷണം നടത്തരുന്നോ പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ 5-ാം അധ്യായം തന്നെ നമുക്ക് എടുത്ത് അവർക്ക് നേരെ പ്രയോഗിക്കാം. അതിനകത്ത് പറയുന്നുണ്ട് ബ്രാഹ്മണന് പശു മാംസം ഭക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. ഇനി പറയുന്ന വേദവിധി പ്രകാരം സമന്ത്ര പ്രക്ഷാളനയെ സംസ്കാരം ചെയ്യാത്ത പശുക്കളുടെ മാംസത്തെ ഒരിക്കലും ബ്രാഹ്മണൻ ഭക്ഷിക്കാൻ പാടില്ല. അനാദി യോഗികളുടെ മന്ത്രസംസ്കാരം മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. അനാദി യോഗ വിധി അനുസരിച്ചിട്ടുള്ള മന്ത്ര സംസ്കൃതമായ മാംസം മാത്രമേ ഭക്ഷിക്കാൻ പറ്റുള്ളൂ. മാംസം ഭക്ഷിക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഈ മാംസം ഭക്ഷിക്കരുതെന്നുള്ളത് നമുക്ക് ഇത് വെച്ച് തന്നെ ചലഞ്ച് ചെയ്യാവുന്നുള്ളത്. ഇനിയും ഇതിനകത്ത് കിടപ്പുണ്ട്. ഇനിയും മാംസം ഭക്ഷിക്കുന്ന കാര്യത്തിൽ പറയുന്നത് മധുപർക്കത്തിലും വെള്ളമടിക്കുമ്പോഴെന്ന്, ജ്യോതിഷ അഷ്ടമാദി യാഗത്തിലും ശ്രാദ്ധകർമ്മത്തിലും ദേവകാര്യത്തിലും മാത്രമേ പശുക്കളെ കൊല്ലാവൂ. പശുക്കളെ കൊല്ലുകയും ചെയ്യാം. അപ്പം പശുക്കളെ കൊല്ലരുന്ന് ഏത് കോടതിയാണ് പറഞ്ഞേക്കുന്നത്? മനുസ്മൃതി അനുസരിച്ച് നിങ്ങൾ പറയുന്ന അല്ല ആധുനിക ലോകത്തിലെ മനുസ്മൃതി അതിനെ പശുക്കളെ കൊല്ലാം. പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ വേദവിധിക്കാമെന്ന് പറയണം. അതായത് ഈ പേപ്പർട്ടേക്കിൾ ഇഫ് യു വാണ്ട് ടു കിൽ എ ഡോഗ് കോൾ ഇറ്റ് ആസ് മാഡ് ആൻഡ് കിൽ ഇറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്കും പശുവിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുകയാണ് നമ്മൾ യാഗം നടത്തുക. പണ്ട് 1982 ലോക നന്മയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് സോമയാഗം നടത്തിയ പോലെ നമ്മളൊരു യാഗം നടത്തുക ഇവിടെ. അതിനുശേഷം പശുവിനെ കൊല്ലാമെന്നുള്ളതാണ്. ഇനി അതിൻ്റെ അവസാനത്തെ ഒരെണ്ണം കൂടെ പറയുന്നു, വിഹിതമായ മാംസഭക്ഷണത്തിലും മദ്യപാനത്തിലും മൈഥുനത്തിലും ദോഷം ഒന്നില്ല. അപ്പോൾ ഇതിനെതിരെ ആരെങ്കിലും കോടതിയിൽ പോയിട്ടെങ്കിൽ അത് ദോഷമല്ലെന്നാണ് മനുസ്മൃതി പറയുന്നത്. അതായത് പറയുന്നു വിഹിതമായ മാംസഭക്ഷണത്തിലും മദ്യപാനത്തിലും മൈഥുനത്തിലും ദോഷമൊന്നുമില്ല. എന്തെന്നാൽ ഇവ ജീവികളുടെ സ്വാഭാവിക ധർമ്മമാണ്. ഇങ്ങനെ മനുസ്മൃതിയാണ് ഇനി വരുന്ന ജനാധിപത്യം കൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും ഇത് ചെയ്യാം. പക്ഷെങ്കിൽ ഇവരെല്ലാം എടുക്കുന്ന ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ എല്ലാ കാര്യങ്ങളും എടുക്കുകയില്ല, ഈ ചില കാര്യങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. ഇതിനകത്ത് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ടെന്നുള്ള എന്താണ് പറയുന്നത്? ശൂദ്രമക്ഷര സംയുക്തം ദുരിത പരിവേർജയായത് ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യമർക്കതി. അതായത് ശൂദ്രൻ ഒരിക്കലും അക്ഷരം അഭ്യസിക്കാൻ അതിനെ സമ്മതിക്കാമെന്നുള്ള. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നായർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, പല ആൾക്കാർക്കും പല നായന്മാരും ഇവിടെ പറയുന്നുണ്ട് അടുത്ത ജന്മത്തെങ്കിലും എനിക്കൊരു ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് വലിയ ആഗ്രഹമൊക്കെ പറയുന്നുണ്ട്. കാരണം അയാൾക്ക് അറിയാം ശൂദ്രനാണ്. അയാൾക്ക് ഈ ബ്രാഹ്മണാധിപത്യം അല്ലെങ്കിൽ ഈ മതാധിപത്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഉദ്ഘോഷിക്കുന്ന ഗ്രന്ഥം യഥാർത്ഥത്തിൽ മനുസ്മൃതിയും ഭഗവത്ഗീതയും ഈ രാമായണവും മഹാഭാരതവുമായിരിക്കും. അപ്പോൾ അതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശൂദ്രൻ വീണ്ടും പിന്തള്ളപ്പെടുകയും ചെയ്യും. ഇന്ന് ആഢ്യത്വം എന്ന് കൽപ്പിക്കുന്ന നായർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വീണ്ടും പായും കിണ്ടിയും അല്ലെങ്കിൽ മെതിയടിയും പുറത്ത് വെച്ച് ബ്രാഹ്മണൻ്റെ ഊഴം മാറുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ മതാധിപത്യം അല്ലെങ്കിൽ മതത്തിൻ്റെ ഏറ്റവും വലിയ ആധിപത്യം ഈ ജനാധിപത്യത്തിലേക്ക് കടന്നു വരും. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എഴുതപ്പെട്ട ഗ്രന്ഥമുണ്ട്, ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന എന്താണ് എഴുതി വെച്ച് അതനുസരിച്ചാണ് ഇവിടുത്തെ ഭരണാധികാരികൾ, നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുത്ത് വിടുന്ന ഭരണാധികാരികൾ ഭരിക്കേണ്ടത്. അല്ലാതെ അത് മതാധിപത്യമല്ല. ഒരുപക്ഷെ ഇരുണ്ട യുഗങ്ങളിലൊക്കെ മതം അല്ലെ ആ പോപ്പിൻ്റെ അനുയായികളുടെ രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ ഭരണാധികാരിയെ നിയന്ത്രിച്ച കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളായിരിക്കും ഇനിയും വരുന്നുള്ളത്. ഇപ്പം ഇസ്ലാമിക മതാധിപത്യം വന്നു കഴിഞ്ഞാൽ ഖുർആനായിരിക്കും അതിനകത്ത് ഏറ്റവും നമുക്കൊക്കെ പറയാൻ ഭയമാണ് എല്ലാവർക്കും. ഇത്രയും പറഞ്ഞ് ഓരോ വാക്കുകളും പറയുമ്പോൾ ഞാൻ നബിയെ ഞാൻ പരമകാരുണ്യവനായ ആളായെന്ന് പറയുന്ന അതിൻ്റെ മുകളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നീ തെറ്റ് ചെയ്ത് സ്വർഗത്തിൽ വന്ന് എൻ്റെ അണ്ണാക്കി കൂടെ ഞാൻ ഒരുക്കി ഒഴിക്കുന്നത്, നിനക്ക് ദാഹം തീർക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നിനക്ക് ചൂടറിയാൻ വേണ്ടി വീണ്ടും ഞാൻ നിനക്ക് തൊലികൾ തരുമെന്നാണ് പറയുന്നത്. നിൻ്റെ തൊലികൾ നരകത്തിൽ കടന്ന് കരിഞ്ഞു പോയാൽ അവിടെ ഏറ്റവും അധികം വ്യഭിചാരങ്ങളും അല്ലെങ്കിൽ മദ്യപ്പുഴകളും കൂറികളെയും അടക്കി വെച്ചിരിക്കുന്ന സ്ഥലമുണ്ടെന്ന് പറയുന്ന ഈ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ
എന്തിനു വേണ്ടി? ബൈബിളാണെന്ന് പറയട്ടെ. ഇല്ല, ലോകത്തിൻ്റെ പെൺമക്കളെ അച്ഛനെ കൊണ്ട് പോകിപ്പിച്ച ദൈവമുള്ള ഈ ബൈബിൾ, അങ്ങനെയുള്ള ബൈബിളും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഭരിക്കുമ്പോൾ നമ്മൾ എവിടെയായിപ്പോവും? നമ്മളും വീണ്ടും ജനാധിപത്യം എല്ലാം മറന്ന് വളരെ വികൃതമായ പ്രാകൃതമായ വസ്ത്രം ധരിക്കാത്ത കുറേ സന്യാസിമാരൊക്കെ വസ്ത്രം ധരിക്കാതെ ഇങ്ങനെ പ്രകടനം നടന്നുകൊണ്ട് എന്താണ് അവർ നൽകുന്ന ഉപദേശം മനസ്സിലാകുന്നില്ല. എന്താണ് അവർ നൽകുന്നത്? ഒരു വസ്ത്രം ധരിക്കാൻ സന്യാസി എന്താണ് ഉപദേശിച്ചത്? അപ്പം നാട്ടിലുള്ള എല്ലാ ആൾക്കാരും വസ്ത്രം ധരിക്കാൻ നടക്കണമെന്നാണ്. അങ്ങനെയാണ് മതം പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെ നടക്കണമെന്നുള്ളതാണ്. പക്ഷേ കുറേ ആൾക്കാർ മാത്രം വസ്ത്രം ധരിക്കുകയും ബാക്കി ചില ആൾക്കാർ ആചാരത്തിൻ്റെ ഒരു വസ്ത്രം ധരിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് മതം പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങളെ നമ്മൾ നോക്കിയും കണ്ടും മനസ്സിലാക്കണം. ശബരിമലയ്ക്ക് ശബരിമലയുടെ 18-ാം പടിയിലെ മുകളിൽ എഴുതിയ തത്വമസി എന്നാന്ന് പറഞ്ഞാൽ അത് നീയാകുന്നു, പിന്നെന്തിനാണ് നീ ഇവിടെ വരുന്നതെന്നാണ് ചോദിക്കുന്നുള്ളതാണ്. അതൊക്കെ കണ്ട് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ നന്നായിട്ട് തന്നെ അത് മനസ്സിലാക്കുകയും എന്തിനു പോകുന്നു, നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ കാണുക എന്നുള്ള. ഇപ്പം ഈ തരത്തിലുള്ള പൊട്ടക്കഥകൾ, ആ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിക്കാം. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബിലെ ഫേസ്ബുക്കിലെ സഞ്ചാരം എഴുതിയ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഓരോ സാറിനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് പൊട്ടക്കഥകളാണ്, ഈ മതം എന്ന് പറയുന്ന പൊട്ടക്കഥകളാണ് നിങ്ങൾ വിദ്യാർത്ഥികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പറഞ്ഞു. എന്താണ് നിങ്ങൾ അതുകൊണ്ട് അത്ര ശക്തമായ ഭാഷ ആരും ചോദിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഇതുപോലെ ഫേസ്ബുക്കിലുള്ള ചെകുത്താൻ എന്താ എൻ്റെ പറയുന്ന സുഹൃത്ത്, അദ്ദേഹം ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ രാവിലെ വീട്ടിലൊരു ബൾബ് പോയി, അല്ലെങ്കിൽ നമ്മൾ ഉടനെ വിളിക്കുക, മതപണ്ഡിത വീട്ടിൽ എൻ്റെ ബൾബ് പോയി, നീ വന്ന് ശരിക്കും ഇവൻ എന്ത് കോപ്പാണ് ശരിയാക്കാൻ പോകുന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു മതപണ്ഡിത നീ വന്ന് എൻ്റെ പൈപ്പ് പോയി, അത് ശരിയാക്കാൻ പറഞ്ഞാൽ അവനെ കൊണ്ട് നടക്കുകയാണെന്നുള്ളത്. നമ്മൾ അന്നേരം വിളിക്കുന്ന അറിവുള്ള പ്ലംബറെയോ ഇലക്ട്രീഷ്യനായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഈ മതം എന്ന് പറയുന്ന കുറേ പൊട്ട കഥകൾ വെറുതെ നമ്മുടെ മുമ്പിലേക്ക് വാരിയെറിയുക. അതുപോലെ ഈ ചെകുത്താനെന്ന് പറഞ്ഞ ആ ഒരു വാക്കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിലൂടെ പറഞ്ഞ വളരെ നല്ല ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ മതമെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ പറ്റിയാണ്. എന്നാൽ ഇവിടെ ഞാൻ ഈ ലൈഫ് ബിഫോർ ഡെത്ത് തന്നെ മടുത്തു പോയെന്നാണ് പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് ഈ ലൈഫ് ബിഫോർ ഡെത്ത് തന്നെ ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചൊന്ന് തീർത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നുള്ള. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ അസംബന്ധം പിടിച്ചൊരു രാജ്യത്ത് അല്ലെ ഭരണകർത്താക്കൾ അല്ലെ ഇലക്ഷന് നമ്മുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കാൻ വളരെ ധൈര്യപൂർവ്വം വോട്ട് ചോദിക്കുകയും മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആകുമ്പം ഇടതും വലതും ഇഷ്ടം പോലെ പടകളെയും കൊണ്ട് അവരെ സെക്യൂരിറ്റി, എന്ത് സെക്യൂരിറ്റിയാണ് മൈത്രേനൊക്കെ ചോദിക്കുന്നത് പോലെ എന്ത് സെക്യൂരിറ്റിയാണ് ഇവരൊക്കെ ആലോചിക്കുന്നത്? ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഭയപ്പെടേണ്ടിയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ജനാധിപത്യമാണ് നമ്മൾ വേണ്ടത്. ഇവിടെ മതാധിപത്യം കടന്നു കഴിഞ്ഞാൽ മറ്റൊരു താലിബാനെ പോലെയോ, അല്ലെങ്കിൽ താലിബാൻ്റെ ഒരു പടം ഇപ്പോഴും കഴിഞ്ഞാൽ 1972 താലിബാനിലെ യുവതികൾ എന്ന് പറഞ്ഞുകൊണ്ട് മിനി സ്കർട്ടും തലമുടിയൊക്കെ ഒതുക്കിയ സ്ത്രീകളും ഇന്ന് ചാക്ക് പോലത്തെ പർദ്ദായി വിട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെയാണ് കാണിക്കുന്നത്. ഇതുപോലുള്ള നാളെ തുണിയൊടുക്കത്തില്ലാത്ത കുറേ സന്യാസിമാരായിട്ടൊക്കെ നമുക്ക് അവതരിക്കാം എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമ്മുടെ മുമ്പിലുണ്ട്. അതിനുവേണ്ടി എല്ലാം തയ്യാറാകണം. ഈ മതാധിപത്യം നമ്മുടെ ജനാധിപത്യത്തിലേക്ക് കടന്നു വന്ന്, അതുകൊണ്ട് ഈ തെരുവിലെങ്കിലും ഈ ചർച്ചകൾ കേട്ട് ആരെങ്കിലും പ്രലോഭിപ്പിക്കാനോ അല്ലെ അവർ ചിന്താഗതികൾ മാറ്റുവാനല്ല. ഇത് വെറും ഒരു നമ്മുടെ സ്വയം ഒരു ആഗ്രഹം കൊണ്ട് അല്ലെ നമുക്കൊരു ആത്മതൃപ്തിക്ക് വേണ്ടി മാത്രം പറഞ്ഞാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായി പറഞ്ഞാൽ ഈ മതാധിപത്യത്തിലല്ല. അത് ഒരു സിനിമയിൽ മാത്രം ഒരു പെൺകുട്ടി പറയുന്നുണ്ട്. ആദ്യം ആ കുട്ടിയുടെ ജഡ്ജി ഇതെടുത്ത് കൊടുക്കുന്നുണ്ട്, ഈ ഭഗവത്ഗീത എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതിൽ തൊട്ട് സത്യം ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി ആ സംവിധാനം പെൺകുട്ടിയെ പറഞ്ഞു, എനിക്ക് ഈ ഗ്രന്ഥത്തിൽ വിശ്വാസമില്ല സാർ, എനിക്ക് ഈ മതഗ്രന്ഥത്തിൽ പിന്നെ എന്തിലാണ് വിശ്വാസം? ഇന്ത്യൻ ഭരണഘടന, എനിക്ക് അതിലാണ് വിശ്വാസം എന്ന് വളരെ ഉറക്കെ പറഞ്ഞ ഒരു പെൺകുട്ടിയും അതിനെ സ്ക്രീനിൽ അവതരിപ്പിച്ച ഒരു സംവിധായകരും, അങ്ങനെയുള്ള 1000 സംവിധായകരും ഉണ്ടാകട്ടെ. നമുക്കിവിടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കാം. ഈ മതം എന്ന് പറയുന്ന ഈ അസംബന്ധം പിടിച്ച ബുക്കുകളൊക്കെ അംബേദ്കറും അല്ലെ പൊയ്യൽ കുമാരകദേവനൊക്കെ ചെയ്തപോലെ തെരുവിലിട്ട് ഒരു കാലത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഐ ഹാവ് ഗോട്ട് എ ഡ്രീം ദാറ്റ് വൺ ഡേ എന്ന് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ പോലെ, ഐ ഹാവ് ഗോട്ട് എ ഡ്രീം ദാറ്റ് വൺ ഡേ ഇത്തരത്തിലുള്ള ബുക്കുകൾ ഈ മാനവീയൻ തെരുവീതിയിലിട്ട് കത്തിക്കുന്ന ഒരു കാലം അല്ലെങ്കിൽ നമ്മുടെ തലമുറ വരും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. ഇങ്ങനെയൊരു ചർച്ചാവേദിയിൽ 2 വാക്ക് സംസാരിക്കുവാനും അത് കേട്ടിരിക്കുവാനും ഇത് കാണിച്ച എല്ലാ ആൾക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് മീര സാഹിബ്. ഞാൻ ഈ സ്വതന്ത്ര ജനതയുടെ ദീർഘകാലമായി ഇതിൻ്റെ ഒരു സഹയാത്രികനാണ്. ഇപ്പോൾ ആരോഗ്യപരമായ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഏറെ സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കാർക്കെങ്കിലും ആരാധനാലയം കുടുംബ സ്വത്തായി കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഇതിലുണ്ടോ? 17 ഏക്കർ 32 സെൻറ്റ് വസ്തു എൻ്റെ പേരിൽ 1973 3 6 നമ്പർ വിൽപ്പത്ത പ്രകാരം തമിഴകത്തെ ചരിത്രപ്രസിദ്ധമായ ബാലഗുരു പെരുമാളിൻ്റെ കബറിടം ജാറം എൻ്റേതാണ്. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത്,
മോനെ നീ ഒരു കാണിക്കപ്പെട്ടി വെച്ചാൽ നിനക്ക് രാജകീയമായി ജീവിക്കാം. ഞാൻ ചെയ്തത് ഈ 17 ഏക്കർ 32 സെൻറ്റ് വസ്തുവും അതിൻ്റെ യഥാർത്ഥ അവകാശികളായ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ വിളിച്ച് 10 സെൻറ്റും 15 സെൻറ്റും 25 സെൻറ്റും 30 സെൻറ്റും സമമായി വാങ്ങിച്ചു കൊടുത്തു. അതിന് എന്നെ സഹായിച്ചത് 1957 കൃഷിഭൂമി കർഷകന് എന്ന കൈവശാവകാശ രേഖ ഉപയോഗിച്ച് കളക്ടറുടെ അനുവാദത്തോടു കൂടി ഞാനത് ചെയ്തു. ഞാനത് അഹം പറയുകയല്ല. നമ്മൾ ഈ ജീവിതത്തിൽ നമ്മളെ വാചാലമാകുന്നതിനേക്കാൾ വാഗ്മിത്തമായി 2 വാക്ക് പറയുകയോ ജീവിതത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുക. പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ രാഷ്ട്രീയം, ജനാധിപത്യം, അതിനിടയിൽ നമ്മളെ വഴിതെറ്റിക്കുന്ന മതം. ഈ രാഷ്ട്രീയം എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം നമ്മൾ പഠിക്കണം ആദ്യം. ഒരു ഗ്രീക്ക് വാക്കാണ് പൊളിറ്റിക്സ്. അതിൻ്റെ വാക്കിനെ പിരിച്ചു പറഞ്ഞാൽ ഇങ്ങനെ: ലീ എന്ന് പറഞ്ഞാൽ സാധ്യം, പൊലി എന്ന് പറഞ്ഞാൽ അസാധ്യം, ടിക്സ് എന്ന് പറഞ്ഞാൽ തന്ത്രം. അപ്പോൾ അസാധ്യത്തെ സാധ്യമാക്കുന്ന തന്ത്രമാണ് രാഷ്ട്രീയം. അതാർക്ക് കഴിയും? അസാധ്യത്തെ സാധ്യമാക്കാൻ ശാസ്ത്രത്തിന് മാത്രമേ കഴിയൂ. ശാസ്ത്ര ദൃഷ്ട്യാ ലോകത്തെ വീക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ ശരിയായ മാർഗദർശനമുള്ള ശരിയായ രാഷ്ട്രീയം കൊണ്ടുവരാൻ കഴിയൂ. അതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ശരിയായ രാഷ്ട്രീയ പാതയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇനി ജനാധിപത്യം, ഡെമോ എന്നും ക്രേസി എന്ന് പറയുന്ന 2 ഗ്രീക്ക് വാക്കുകളാണ്. ഡെമോ എന്ന് പറഞ്ഞാൽ ജനം, ക്രേസി എന്ന് വെച്ചാൽ അധികാരം. നമ്മൾ പറയുന്നത് എന്തെന്നാണ്? ജനാധിപത്യം. ജനാധിപത്യത്തിനകത്ത് ആധിപത്യം എന്ന വാക്കേ ഇല്ല. അതിവിടുത്തെ ഭരണത്തിൻ്റെ വല്യപ്പന്മാർ വെറുതെ അവർക്ക് അധികാര സ്ഥാനം പിടിക്കാൻ വേണ്ടി ജനായത്വം എന്ന വാക്ക് ആദ്യം നല്ല ജനാധിപത്യവാദികൾ പറഞ്ഞിരുന്നു. പിന്നെ അതിന് അവർ ആധിപത്യം കയറ്റി ജനാധിപത്യം. ഇവിടെ ആധിപത്യമേ ഇല്ല. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ആദ്യം പറഞ്ഞ ബി ദ പീപ്പിൾസ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്കാരായ നമ്മളാണ്. അവിടെ ആരുടെ പേരിൽ എന്ത് ആധിപത്യമാണുള്ളത്? യാതൊരു ആധിപത്യമില്ല. പക്ഷേ നമ്മുടെ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും മാതൃകാപരമായ. അത് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. പക്ഷേ നമ്മുടെ ഞാൻ വിപുലമായി പറയുന്നില്ല. ഭരണഘടനയുടെ പ്രധാന ന്യൂനത അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണ്. നമ്മുടെ ഭരണഘടനയിൽ ഈ മതേതരം, സെക്കുലറിസം എന്ന വാക്കിനെ നിർവചിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഓരോരുത്തന്മാരും ഇതിനെടുത്ത് കോണം കൊടുക്കുന്നത്. അവരെന്ത് പറഞ്ഞാലും നമ്മൾ പറയും അതാണ് ജനാധിപത്യം. മതാധിപത്യമുള്ളവനും ഏത് ബന്ധുന്നാലും അവൻ്റെ പ്രാദേശികവാദമായിരുന്നാലും അവൻ അപ്പോഴെപ്പോഴും പറയുന്നത് ഞങ്ങൾ ഇവിടുത്തുകാരാണ്, ഞങ്ങൾ ജാട്ടുകാരാണ്, ജാട്ടിൽ ജാതിയാണ്, അപ്പോൾ അതും ഞങ്ങളെ രീതിയാണെന്ന്. പക്ഷെ അല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സെക്കുലാരിസം എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. അത് പഠിക്കാൻ നമ്മുടെ ഭരണഘടനയിലൂടെ തടസ്സമുണ്ട്. നമുക്ക് എങ്ങനെയും അതിനെ നിർവചിക്കാം. പക്ഷേ ഭാവിയിലെങ്കിലും നമ്മളെങ്കിലും യഥാർത്ഥ സെക്കുലാരിസം എന്താണെന്ന് നിർവചിക്കപ്പെടണം. നമ്മൾ ശരിയായ അർത്ഥത്തിൽ അത് മനസ്സിലാക്കുകയും ജീവിതത്തെ പകർത്തുകയും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരുമാണ്. ഈ നിങ്ങളുടെ ഉദ്യമത്തിൽ ഞാൻ ആദ്യമായി പങ്കെടുത്തു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇനിയും തുടർന്ന് ഇതിലുണ്ടാവും. നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ സഹയാത്രികനായി ഉണ്ടാവും. ഇനിയും ധാരാളം പേര് സംസാരിക്കുന്നതോട് ചുരുക്കും. എൻ്റെ പേര് അഗസ്റ്റിൻ. ഞാൻ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ അത്ര പ്രഗത്ഭനൊന്നുമല്ല. എന്നാലും ഇവിടെ ഒരാൾ ജുഡീഷ്യറിയെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞതിനോടനുബന്ധമായിട്ടൊരു പോയിന്റ് കൂട്ടിച്ചേർക്കാൻ മാത്രമേ ഞാനിവിടെ ആഗ്രഹിക്കുന്നുള്ളൂ. ഇത് നിങ്ങൾ തപ്പിയാൽ യൂട്യൂബിൽ കിട്ടും. നമ്മുടെ മുൻ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ അരുൺ ജെയ്റ്റ്ലി, അദ്ദേഹം നിര്യാതനായി, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. അരുൺ ജെയ്റ്റ്ലി പാർലമെൻറ്റിൽ പരസ്യമായി പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം എല്ലാവരും സാഹൂതം കേൾക്കുകയാണ്. അന്നത്തെ നിയമവകുപ്പ് മന്ത്രിയായിരുന്ന കപിൽ സിബൽ വളരെ രണ്ടുപേരും പ്രതിപക്ഷവും ഭരണകക്ഷിയുമാണെങ്കിൽ പോലും വളരെ ബഹുമാനത്തോടും വളരെ ശ്രദ്ധയോടും കൂടി ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് തന്നെ ആ പ്രസംഗം എത്രമാത്രം സത്യസന്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതിൽ അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, certain pre-retirement judgments are influenced by post-retirement postings. അതായത് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ചില പോസ്റ്റുകൾ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് പല ജഡ്ജിമാരും നമ്മുടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള പോസ്റ്റിങ്ങുകൾ റിട്ടയർമെൻറ്റിന് മുമ്പുള്ള ജഡ്ജ്മെൻറ്റ്സിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇനി അഥവാ അവർക്ക് അങ്ങനെയുള്ള പോസ്റ്റ് കിട്ടുന്നില്ലെങ്കിൽ they will create one for themselves.
അതായത് ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞു ഒരു എന്താ സ്വാശ്രയ കോളേജുകളുടെ ഫീസ് ഘടന നിർണ്ണയിക്കുന്നതൊക്കെ ഇറ്റ്സ് എൻ അക്കൗണ്ടിങ് ജോബ്. അതൊരു കോസ്റ്റ് അക്കൗണ്ടൻറ്റോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ ചെയ്യേണ്ടതാണ്. ഒരിക്കലും ഒരു ജഡ്ജ് അതിന് കോമ്പീറ്റൻ്റ് അല്ല, അയാൾ പ്രഗത്ഭനല്ല, അയാൾക്ക് അതിന് പരിചയവുമില്ല. എങ്കിൽ പോലും നമ്മുടെ ജസ്റ്റിസ് PA മുഹമ്മദ് കമ്മിറ്റിയാണ് വളരെ കാലം അത് നിർണ്ണയിച്ചുകൊണ്ടിരുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളിടത്തോളം കാലം അത് നടക്കും. ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ഒരു നിയമ ഭേദഗതിക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തണം. അതായത് ഒരു ഹൈക്കോടതി ജഡ്ജിയോ സുപ്രീം കോടതി ജഡ്ജിയോ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ യാതൊരു പദവികളും അദ്ദേഹം സ്വീകരിക്കാൻ പാടുള്ളതല്ല. പിന്നെ ഒരു അന്വേഷണ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് പോലും വരുന്നതിൽ ചില മാനദണ്ഡങ്ങളൊക്കെ പുലർത്തണം. പ്രത്യേകിച്ചും രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും ഒന്നും ഒരു MP ആയിട്ട് മത്സരിച്ച് അവിടെ പോയിരുന്ന് ആ ജഡ്ജിയുടെ പദവിയുടെ അന്തസ് ഇടിച്ചു തീർക്കുന്ന ഒരു രീതിയിൽ അദ്ദേഹം തുടരാൻ പാടില്ല, മന്ത്രിയാകാൻ പാടില്ല. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ റിട്ടയർമെൻറ്റിന് ശേഷം ഒരു പോസ്റ്റും സ്വീകരിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ അവർ മരിക്കുന്നതുവരെ അവരുടെ പൂർണ്ണമായ ശമ്പളം കൊടുക്കണം. പെൻഷൻ അല്ല കൊടുക്കേണ്ടത്, ശമ്പളം തന്നെ കൊടുത്തേക്കുക. എന്നിട്ട് പറയുക നിങ്ങൾ ഈ പരിപാടിക്കൊന്നും വരേണ്ടതില്ല. കാരണം നമ്മുടെ പൂർണ്ണമായ ശമ്പളം കിട്ടുന്ന ഒരു 2-3 പോസ്റ്റുകളുണ്ട് ഇന്ത്യയിൽ. ഏതാണെന്ന് ചോദിച്ചാൽ ഈ കരസേന അധിപനാണല്ലോ ജനറൽ, അദ്ദേഹത്തിന് ഫീൽഡ് മാർഷൽ എന്ന പദവി കൊടുക്കുന്ന ഒരു ബഹുമതി പദവിയാണ്. അങ്ങനെ ഫീൽഡ് മാർഷൽ കരിയപ്പ ഉണ്ടായിട്ടുണ്ട്, സാം മനേക്ഷ ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ ജയിപ്പിച്ചു തന്നതിൻ്റെ പേരിലാണ്. അവർ മരിക്കുന്നത് വരെ അവരുടെ പൂർണ്ണ ശമ്പളമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ എയർഫോഴ്സിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് മരിക്കുന്നത് വരെ പൂർണ്ണ ശമ്പളമാണ് നൽകിക്കൊണ്ടിരുന്നത്. എങ്കിൽ എന്തുകൊണ്ട് ജഡ്ജിമാർക്കും കൊടുത്തുകൂടാ? അഴിമതി കുറയ്ക്കാൻ നമുക്ക് കഴിയും. ഈ കാര്യം മാത്രമേ എനിക്ക് പറയാൻ ഇവിടെ ആഗ്രഹമുള്ളൂ. എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ പലരും സംസാരിച്ചപ്പോൾ പലരും പുസ്തകം വായിച്ചു, പല പ്രവൃത്തി നടത്തി, അതുകൊണ്ട് സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ഒരു പരിധിവരെയൊക്കെ നോക്കുമ്പം ഒരു നേർചിത്രം തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുള്ളത്, അതുകൊണ്ട് ഞാൻ ഈ തെരുവിൽ വന്നിരുന്നിട്ട് ഒരു സംവാദത്തിന് തയ്യാറെടുക്കുമ്പോൾ ഞാൻ കുറച്ച് വായിച്ച പുസ്തകങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് കുറേ പേര് സംസാരിക്കുമ്പോൾ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാനൊന്നുമില്ല, എനിക്ക് ആത്മസംതൃപ്തിയും വേണ്ട. ഞാൻ പഠിച്ചു, അതിനുശേഷം എനിക്കൊരു ജോലി കിട്ടി. ജോലി കിട്ടിയതിന് മുമ്പ് തന്നെ ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ വായിക്കുന്ന ഒരാളാണ്. വായനയിലൂടെ കിട്ടുന്ന അറിവ് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമമാണ് ഞാൻ ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഞാനിപ്പോൾ ഇത് എടുത്തു പറയാനുള്ള കാര്യം, നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടി സമരം ചെയ്യുന്ന സമയത്ത് EV രാമസ്വാമി നായിക്കാർ, MC ജോസഫ്, പ്രധാനപ്പെട്ട പലരുമുണ്ട്. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ. പക്ഷേ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സുകാരും വർഷങ്ങളായിട്ട് ഇത് തന്നെ പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാരും ഇത് തന്നെ പറയുന്നത്, യുക്തിവാദി സംഘങ്ങളും ഇത് തന്നെ പറയുന്നത്, MC ജോസഫ് ഇത് തന്നെ പറഞ്ഞത്. ഈ MC ജോസഫിന് ശേഷം അദ്ദേഹം ഒരു പുസ്തകം എഴുതാം, പവനൻ്റെ നേതൃത്വത്തിലാണ് ഈ കേരള യുക്തിവാദി സംഘം രൂപം കൊള്ളുന്നത്. അപ്പോൾ U കലാനാഥൻ ഉൾപ്പെട്ടുള്ളവരാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാരും ഇത് തന്നെ പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഏതാണ്ട് ഈ പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം പറയുന്ന ഈ മതരാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിൽ നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ചാണ് നമ്മളിവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യുക. ഓരോരുത്തരും പുസ്തകങ്ങൾ വായിച്ചവരൊന്നും ഈ ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇപ്പം യൂട്യൂബ് സോഷ്യൽ മീഡിയയുടെയും പുസ്തകത്തിലൂടെയൊക്കെ ആളുകൾ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞത്. ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ എനിക്കും പറയാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. നമ്മളുടെ ഈ പറയുന്ന പോലെ ഈ ഇന്ത്യൻ യുക്തിവാദത്തെ പറ്റിയാണ് കൂടുതൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ പഠിക്കുക, വായിക്കുക, പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിലെ TV കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളിത് ഇങ്ങനെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ വർഷങ്ങൾ, അതായത് 1973 ഞാൻ ഈ പൊതുരംഗത്ത് നിൽക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ടുണ്ട്.
അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് വരുമ്പോഴെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം ഇതുപോലെയുള്ള വളരെ മിഥ്യാധാരണകളാണ്. അതുകൊണ്ട് എനിക്ക് ഒരു സംതൃപ്തിയും വേണ്ട. ഞാൻ പഠിച്ചതും വായിച്ചതുമായിട്ടുള്ള അറിവുകൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാൽ എനിക്ക് കൂടുതൽ സംസാരിക്കണമെന്നുണ്ട്. നേരെ വൈകിയിരിക്കുന്നു. ഈ സബ്ജക്റ്റിൽ നിന്നും വ്യതിചരിച്ചാണ് പലരും സംസാരിച്ചിട്ടുള്ളതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് തന്നെ ഒരു രാഷ്ട്രീയക്കാരുടെ ഒരു ശൈലിയായിട്ട് മാറുന്നു. അത് പോരാ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ രീതിയിലോട്ട് മുന്നോട്ട് പോയിട്ട് യാതൊരു അർത്ഥമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ സയൻസ് എന്തെങ്കിലും ഇവിടെ കൂടിയിരിക്കുന്നവർ കൂടുതൽ ഇതിനെക്കുറിച്ച് മനനം ചെയ്തിട്ട് ഒരു ശരിയായ ദിശയിലേക്ക് പോകാനുള്ളൊരു ശ്രമം നടത്തണമെന്നുള്ള വിനീതമായൊരു അഭ്യർത്ഥനയും കൂടെ എനിക്കുണ്ട്. ഇനി വരുന്ന ചർച്ചകളിൽ കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. മതരാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ, ഇതാണ് നമ്മുടെ വിഷയം. നമ്മളിന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി രാമേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക പ്രദേശത്തെ വളഞ്ഞു പിടിച്ചുകൊണ്ടുള്ള മതാധിഷ്ഠിത ദേശീയതയാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? മതവും രാഷ്ട്രീയവും ഒന്നു ചേർന്നു. ഇവിടെ വിഭജനം ഉണ്ടായില്ല. ഈ രാജ്യത്ത് ആ വിഭജനം ഉണ്ടായില്ല. ഭാരതീയ സമൂഹത്തിൻ്റെ നാനാ മേഖലകളിൽ നിലനിന്നിരുന്ന കാലകരണപ്പെട്ട പാരമ്പര്യങ്ങളെയും അതിൻ്റെ രീതികളെയും ചോദ്യം ചെയ്യുകയും നവീകരിക്കുകയുമാണ് ഭാരതീയ നവോത്ഥാനം ചെയ്തതെങ്കിൽ, ഭാരതീയ നവോത്ഥാന കാലഘട്ടത്തിലാണ് മതത്തിൽ ഉറങ്ങിക്കിടന്ന ശക്തികൾ സടകുടഞ്ഞെഴുന്നേറ്റത്. ആ ശക്തികൾ ആരും കണ്ടില്ല. സാമൂഹ്യ വിപ്ലവകാരി ജ്യോതിബ ഫുലെ, രാജാറാം മോഹൻ റായ്, ദേവേന്ദ്രനാഥ ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയ അനേകം മഹത് വ്യക്തികൾ മുമ്പോട്ട് കൊണ്ടുപോയ നവോത്ഥാന പ്രക്രിയയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും രണ്ട് വഴിക്ക് പിരിഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മതത്തെ ഉപയോഗപ്പെടുത്തി തന്നെയാണ് ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജി വിഭാവനം ചെയ്ത മതസൗഹാർദ്ദം, അതാണ് ഇന്ത്യയിൽ പ്രത്യക്ഷമായി കാണപ്പെടുന്ന ഈ കപട മതേതരത്വത്തെയാണ് നമ്മൾ ഇത്തരം രീതിയിൽ ചോദ്യം ചെയ്യേണ്ടത്. ഇനിയും എനിക്കൊരു പ്രതീക്ഷയില്ല. ഇവിടെ മതവും രാഷ്ട്രീയവും രണ്ടായി വിഭജിക്കുന്നു, ഒരു പ്രതീക്ഷയില്ല. ഇവിടെ സെക്യുലറിസം, ജ്ഞാനോദയത്തെ അംഗീകരിച്ച ഒരു സമൂഹമാണ് ഇംഗ്ലണ്ട്. സ്വതന്ത്ര ചിന്തകൻ ജേക്കബ് ജോർജ് ഹോളിയോക്കാണ് 1853 മലയാള ഭാഷയിൽ മതേതരത്വമെന്നോ മതനിരപേക്ഷതയെന്നോ പറയാവുന്ന ഒരു ഇംഗ്ലീഷ് പദം സെക്യുലറിസം എന്ന പദം കണ്ടുപിടിച്ചു. അടുത്ത സുഹൃത്ത് GS ഗില്ലുമായി ചേർന്നു സെക്യുലർ സ്കൂൾ തുടങ്ങി. പിന്നീട് ചാൾസ് ബ്രാഡ്ല, ആസ്റ്റിൻ, GS ഗിൽ, J.J. ഹോളിയോക്ക് തുടങ്ങിയ നിരവധി ബ്രിട്ടീഷ് പുരോഗമനവാദികൾ ലണ്ടനിൽ സെക്യുലർ സൊസൈറ്റി ആരംഭിച്ചു. മതവും രാഷ്ട്രീയവും രണ്ടായി വിഭജിക്കുക, വിദ്യാഭ്യാസം മതേതരമാക്കുക, നൈതികതയുടെ സ്രോതസ് മതപ്രമാണങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് മതങ്ങൾ വെറുതെ നുണ പറഞ്ഞു. സ്ത്രീ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും മതഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. സെക്യുലറിസ്റ്റുകൾ മതത്തിൻ്റെ ധാർമ്മികതയാണ് ചോദ്യം ചെയ്തത്. 1858 ഡാർവിൻ്റെ ജീവജാതികളുടെ ഉൽപ്പത്തി പുറം ലോകത്ത് വരുന്നതിന് മുമ്പാണ് സെക്യുലറിസം ആവിഷ്കരിക്കുന്നത്. ഇതാണ് J.J. ഹോളിയോക്ക് വിഭാവനം ചെയ്ത സെക്യുലറിസം. ധാർമ്മികതയില്ലാത്ത മതത്തിൽ ആർക്കും വിശ്വസിക്കാം. മതം അപകടമാകാതിരിക്കുന്നിടത്തോളം കാലം അതിൽ ആരും ഇടപെടാതിരിക്കുക. ആരുടെയും മതത്തെയും ദൈവത്തെയും നിഷേധിച്ചില്ല സെക്യുലറിസ്റ്റുകൾ. ഇവിടെ പറയുന്നത് എന്താണ്? വൈക്കം ക്ഷേത്ര പ്രവേശനത്തിൻ്റെ 100ാം വാർഷികം കഴിഞ്ഞപ്പോൾ മനോരമ ഒരു പരിപാടി സപ്ലിമെൻ്റ് ഇറക്കി. BD സതീശനോട് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത് പാശ്ചാത്യ സെക്യുലറിസം, മതനീരാസം ഗാന്ധിജി വികസിപ്പിച്ചെടുത്താണ് സെക്യുലർ. ഗാന്ധിജിയാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തി. ഈ കപട മതേതരത്വമാണ് ഈ ഹിംസജന്ത കൂട്ടങ്ങൾക്ക് ഈ രാജ്യത്ത് വളർന്നു വരാനുള്ള വളക്കൂറുള്ള മണ്ണൂർ വളർത്തിയെടുത്ത ഇവർ തന്നെയാണ്. ഈ മുഖ്യധാര രാഷ്ട്രീയ പദം ഇവരുടെ ഇടയിൽ ഇനി എന്നൊരു നവോത്ഥാനം ഉണ്ടാവും? ഇവരെന്തുകൊണ്ട് മതവും രാഷ്ട്രീയവും അകച്ചു നിർത്തുന്നില്ല? ഇവിടെ ഒരു മനുഷ്യ ദൈവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ മിസ്റ്റർ M. ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പം ആ നവോത്ഥാന പ്രക്രിയ ഇവിടെ മുമ്പോട്ട് കൊണ്ടുപോയില്ല. ഒരു വ്യക്തി, ഇതാണ് J.J. ഹോളിയോക്ക് വിഭാവനം ചെയ്ത സെക്യുലറിസം. ഒരു വ്യക്തിയുടെ മതവും ദൈവവും ഒരു വ്യക്തിയുടെ ഇഷ്ടാനുഷ്ഠാനങ്ങളുടെ താല്പര്യത്തിൻ്റെയും പ്രശ്നമാണ്. രാജ്യത്തിൻ്റെ മതമോ ഭരണാധികാരിയുടെ മതമോ അതിലിടപെടാൻ പാടില്ല. തിരിച്ച് മതം രാജ്യത്തിൻ്റെ നിയമം, വിദ്യാഭ്യാസം, ശാസ്ത്രം, രാജ്യത്തിൻ്റെ പുരോഗതി,
രാഷ്ട്രത്തിൻ്റെ മറ്റ് വ്യവഹാരങ്ങൾ തുടങ്ങിയ മണ്ഡലങ്ങളിൽ മതത്തിന് ഒരു പങ്കും നിർവഹിക്കാൻ പാടില്ല എന്ന് നിർവഹിച്ചു. ഇതാണ് ആധുനികത അംഗീകരിച്ച സെക്യുലറിസം. ഇത് എവിടെയാണ് മതനിരാസം? ആരുടെയെങ്കിലും മതത്തെ ദൈവത്തെ നിഷേധിച്ചോ? മതം ധാർമ്മികതയില്ലാത്ത മതത്തിൽ ആർക്കും വിശ്വസിക്കാം. മതം അപകടമാകാതിരിക്കുന്നിടത്തോളം കാലം ആരും ഇടപെടാതിരിക്കുക. മതവും ദൈവവും ഒരു വ്യക്തിയുടെ ഇഷ്ടാനുഷ്ഠാനങ്ങളുടെ താല്പര്യത്തിൻ്റെ പ്രശ്നമാണ്. ആരുടെ മതത്തെയും ദൈവത്തെ നിഷേധിച്ചല്ലോ. ഇത് തന്നെയല്ലേ ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം, മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ദർശനം. അപ്പം ഇവിടെ ഈ നവോത്ഥാന മൂല്യങ്ങളെയും ആ നവോത്ഥാന പ്രക്രിയയും തകടം മറിച്ചു. ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ എല്ലാവരും ബൂർഷ്വാകളായി. ഇതാണ് ഇന്നും ഇതാണ് കൊണ്ടാടുന്നത്. ഈ കപട മതേതരത്വം കൊണ്ടാടുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ച തൊട്ടടുത്ത ദിവസം ലെനിൻഗ്രാഡ് സെന്റ് പീറ്റേഴ്സ് ഗ്രാഡായി മാറി. ഒരു ജനതയെ സെക്യുലറൈസ് ചെയ്തില്ല. നമ്മുടെ മുമ്പിലുണ്ടല്ലോ 2022 മംഗോളിയയിൽ ബുദ്ധന്റെ നാസ്തികാചാര്യൻ ബുദ്ധന്റെ തിരുശേഷികൾ പ്രദർശനത്തിന് വെച്ചു. ഇന്ത്യൻ പട്ടാളക്കാർ കൊണ്ടുപോയി. നിറഞ്ഞ കണ്ണുകളോടെ മംഗോളിയക്കാർ ആ തിരുശേഷിപ്പിന് യാത്രാനുമതി നൽകി. മാതൃഭൂമി 2022 ജൂൺ മാസം അവസാനത്തെ പേജിൽ പത്രവാർത്ത. അടുത്ത വരി: തികച്ചും മതപരമായ പരിപാടിയായതിനാൽ മംഗോളിയയിലെ രാഷ്ട്രീയക്കാർ ആ പരിപാടിയിൽ നിന്ന് മാറി നിന്നു. മംഗോളിയയിൽ മതം നശിച്ചോ? ഇല്ലല്ലോ. ലോകത്ത് എവിടെയാണ് മതം നശിച്ചത്? ഒരിടം മതം നശിച്ചില്ല. മതവും രാഷ്ട്രീയവും രണ്ടായി വിഭജിക്കുക അങ്ങനെ എവിടെയെങ്കിലും ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഉണ്ട്. AD 10-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ ജീവിച്ചിരുന്ന ഇസ്ലാമിക തത്വചിന്തകൻ മുഹമ്മദ് അബു നാസർ അൽ ഫറാബി മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് മതത്തെ എങ്ങനെ സാൻമാർഗികമാക്കാം, ഒരു മെച്ചപ്പെട്ട സാൻമാർഗീയത, ഒരു മതത്തിൻ്റെ സാൻമാർഗീയത ഒരു അന്വേഷണം നടത്തി. വാട്ട് എ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു ആദർശ ലോകം മുമ്പോട്ട് വെച്ചു. എന്നാൽ 17-ാം നൂറ്റാണ്ടിൽ 17 നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജീവിച്ചിരുന്ന ജോൺ ലോക്ക് എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകി. മതത്തിൽ വിശ്വസിക്കാനും മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും മനുഷ്യൻ്റെ അവകാശങ്ങളാണ്. ജോൺ ലോക്കിൻ്റെ പ്രധാന നിരീക്ഷണം ഇതാണ്: ഒരു മതത്തിൻ്റെ സത്യവിശ്വാസങ്ങൾക്ക് മറ്റൊരു മതത്തിൻ്റെ സത്യവിശ്വാസങ്ങളെക്കാൾ പരിഗണന നൽകാൻ നിർവാഹമില്ല. ജോൺ ലോക്കിൻ്റെ ഈ നിരീക്ഷണമാണ് ലിബറലിസത്തിൻ്റെ സഹിഷ്ണുതയുടെ മൂലതത്വം. ഇതാണ് നമ്മൾ ഈ തെരുവീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവിടെ മതവും രാഷ്ട്രീയവും കൊണ്ടാടി. ഉമ്മൻചാണ്ടി സാർ മരണം പ്രാപിച്ചു. രാത്രി 9:30 മണിക്ക് സഭാപിതാവ് മൈക്കെടുത്തു. ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ എനിക്ക് അറിഞ്ഞൂടാ. ആത്മീയതയും രാഷ്ട്രീയവും ഒരുമിച്ച് പോകില്ല, നോ പോസിബിൾ. നെഹ്റു ആത്മീയതയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോയില്ല. അദ്ദേഹം നോ പോസിബിൾ പറഞ്ഞു, ഒരുമിച്ച് പോകില്ല. നെഹ്റു ആത്മീയതയും രാഷ്ട്രീയവും രണ്ടായി വിഭജിച്ചു. ഗാന്ധിജി ആത്മീയതയും രാഷ്ട്രീയവും ഒരുമിച്ചുണ്ട്. എല്ലാവരുടെയും പിടിവള്ളി ഇപ്പോഴും ആ സാധു മനുഷ്യൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയിലാണ്. നമുക്കിവിടെ ചോദിക്കാനുള്ളത് മതം രാഷ്ട്ര ശരീരത്തിൽ നിർമ്മിച്ച മുറിവുകളാണ്. ബ്രിട്ടീഷുകാരൻ്റെ കാലഘട്ടത്തിൽ രാമേശ്വരത്തിൽ നിന്ന് ലങ്കൻ വരെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം തകർന്നുപോയി. വാജ്പേയിയുടെ കാലത്ത് ഏറെക്കുറെ ഈ പാലത്തിന് അനുമതി നൽകി, ഏറെക്കുറെ അംഗീകരിച്ചു. മതാധിഷ്ഠിത ദേശീയവാദി വാജ്പേയിയുടെ വാഴ്ചാക്കാലത്ത് ആ പാലത്തിന് അനുമതി നൽകി. ഇവർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഡോക്ടർ മൻമോഹൻ സിംഗ് 2540 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. എവിടെ പദ്ധതി? എവിടെ? ഇതാണ് മതം ഇടപെട്ടത്. വമ്പൻ പദ്ധതി. ഇതാണ് നമ്മൾ ഈ തെരുവീതിയിൽ ചോദ്യം ചെയ്യേണ്ടത്. അപ്പൊ മതവും രാഷ്ട്രീയവും രണ്ടായി വിഭജിക്കപ്പെടാൻ പോകുന്നില്ല. ഇവരിങ്ങനെ വ്യവസ്ഥാപിത ഇടതുപക്ഷമായാലും കോൺഗ്രസ്സുകാർ ഇത് തന്നെ കൊണ്ടുപോകും എന്നും ഇവിടുത്തെ കേരളത്തിലെ നവോത്ഥാന കേരളത്തിലെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ വ്യവസ്ഥാപിത ഇടതുപക്ഷവും മതത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയ ചരിത്രമാണുള്ളത്. ഈ കലയും സാഹിത്യത്തെയും സിനിമയും നാടകത്തെയും എല്ലാറ്റിനും ഉപയോഗിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം വളർന്നു വന്നത്. ഇതേ ഇടതുപക്ഷം എന്ത് ചെയ്തു എന്നുള്ളതാണ്. ലോക പ്രശസ്ത സാഹിത്യകൃതി ലോകം മുഴുവൻ കൊണ്ടാടി. ലത്തീൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലെത്തി. ലോകം മുഴുവൻ കൊണ്ടാടി സിനിമ, നാടകം.
ലോകപ്രസിദ്ധ സാഹിത്യകാരൻ കസാൻ സാക്കിസിന്റെ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന കൃതിയുടെ നാടക ആസ്വാദനമായിരുന്നു PM ആന്റണി രചനയും സംവിധാനവും നിർവഹിച്ച ക്രിസ്തുവിന്റെ 6-ാം തിരുമ. ആരാ നിരോധിച്ച്? വ്യവസ്ഥാപിത ഇടതുപക്ഷത്തിന്റെ സർക്കാർ 980. ഇവരുടെ ഈറ്റിലമാണ് ഭഗവാൻ കാലുമാർന്നു KPCയുടെ നാടകം നിരോധിച്ചില്ലേ? 984 ഫാദർ നെറ്റ്യാടൻ ബൈബിളിലെ യേശുക്രിസ്തു, മറിയം, ജോസഫ് ഇവരെ കഥാപാത്രങ്ങളാക്കി ഒരു നോവൽ എഴുതി. ജോസഫിനെ ഫാദർ നെറ്റ്യാടത്തിനെ ചവിട്ടി പുറത്താക്കി. ആരുണ്ടായിരുന്നു പിന്തുണയ്ക്കാൻ? ഒരു സക്രിയയും ഒരു ബാലചന്ദ്രൻ ചുള്ളിക്കാടും. ഇവർക്ക് ഒരു ഉളുപ്പുമില്ല മതത്തെ കൊണ്ടാടാൻ. ഈ ഗവൺമെന്റ് ജെൻഡർ ന്യൂട്രൽ നടപ്പിലാക്കുമെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ അങ്ങോട്ട് പോയി. മനുഷ്യ ദൈവം കാന്താപുര അബൂബക്കറും ജില്ലാ പാർട്ടി മുസ്ലിം ലീഗിന്റെ ജില്ലാ പാർട്ടി കുഞ്ഞാലിക്കുട്ടിയും കൂടി കോഴിക്കോട്ട് ഒരുമിച്ച് കൂടിയപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, ഞങ്ങൾ നിർബന്ധിച്ച് നടക്കണം. മതത്തിന്റെ മുമ്പ് മുട്ടുകുത്തിയില്ലേ? ഇതാണിവർ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവസാനമായി ഞാൻ പറഞ്ഞു നിർത്തുന്നു. നിങ്ങളുടെ മുമ്പിൽ ഒരു വയസ്സായ സിംഹം എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ശക്തനായ ഒരു സിംഹം എന്നാൽ നാം ഭയപ്പെടും. ഇനി ഈ ഗവൺമെന്റ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കില്ല. ഇവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തകർന്നു പോകും. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നാണമില്ലാതെ ഉളുപ്പില്ലാതെ ആണ് ഇവർ മതവും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. വോട്ട് ചെയ്യാൻ വരെ മടിയാണ്. എന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന ആടാ വെള്ളനാട് രാമേന്ദ്രൻ സർ. നീ വോട്ട് ചെയ്യാൻ ഇല്ല. എടാ, ജനാധിപത്യത്തിൽ നീ ശരി നോട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ഇതാണ് അവസ്ഥ. അപ്പം മതവും രാഷ്ട്രീയവും രണ്ടായി വിഭജിക്കണം. ലോകത്തൊരിടവും മതം നശിച്ചിട്ടില്ല. വ്യക്തികളുടെ ജീവിതത്തിൽ മതം ഇടപെടാൻ പാടില്ല. ഞാൻ ഭരണഘടനയെ കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം പറയണമെങ്കിൽ ഇനി അധികം സുഹൃത്തുക്കളുണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലറിസം, സോഷ്യലിസം എന്നീ 2 പദങ്ങൾ ചിലപ്പോൾ അതിലോട്ടൊന്നും പോകുന്നില്ല. മറ്റൊരു അവസരത്തിലാകട്ടെ. ഈ വേദിയിൽ നിന്ന് ഉയർന്ന സന്ദേശം അത് തന്നെയാണ്. മതവും രാഷ്ട്രീയവും രണ്ടായി വിഭജിക്കപ്പെടണം. ഏവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ പേര് സുശീലൻ. യാദർച്ഛ്യമായിട്ട് ആദ്യമായി ഇതിൽ പങ്കെടുക്കുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പാനലാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ഞാൻ പങ്കെടുക്കും എന്നും പറഞ്ഞിരുന്നു. വന്നപ്പോഴത്തേക്ക് രാമേന്ദ്രൻ എല്ലാവരും അറിയാമെന്നുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ വിഷയത്തിനെക്കുറിച്ച് ഒരു ചെറിയ ചർച്ച നടത്തി അവസാനിപ്പിക്കാം എന്നൊരു തോന്നൽ എനിക്കില്ല. കാര്യം വിഷയം എന്താണെന്നുള്ള കൃത്യമായിട്ട് ഞാൻ അറിഞ്ഞുകൂടാ. ഇവിടെ വന്നതിന് ശേഷമാണ് വന്നത്. എപ്പോഴും രാഷ്ട്രീയത്തിൽ മതം കയറുന്നു, മതത്തിൽ രാഷ്ട്രീയം കയറുന്നു എന്ന് നമ്മൾ വിലപിച്ചുകൊണ്ടേയിരിക്കും. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു സെമി ഫ്യൂഡൽ രാജ്യമാണ്. ഒരു കാലത്തും മുതലാളിത്തത്തിലേക്ക് പോയിട്ടില്ല. അതോടൊപ്പം തന്നെ ഫ്യൂഡലിസം അവസാനിച്ചിട്ടുമില്ല. അതിൻ്റെ പരിണിത ഫലം ജനങ്ങൾ അതനുസരിച്ച് വികസിച്ചിട്ടുമില്ല. 1947 ഭരണഘടന സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്ന സമയത്ത് തന്നെ പറയുന്നത് ലോകത്തുള്ള എല്ലാം പഠിച്ചതിന് ശേഷം ഒരു ഭരണഘടന ഉണ്ടാക്കാം എന്ന് പറഞ്ഞാണ്. 1950 ഭരണഘടന ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇംഗ്ലീഷുകാർ 1883 എന്തെല്ലാം നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്നോ അത് തന്നെയാണ് നമ്മുടെ ഇന്നും നമുക്ക് കാണുന്ന ഭരണഘടനയിലുള്ളത്. അതിൽ ചില അമെൻമെൻറ്റുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഭരണഘടനയ്ക്കൊന്നും മാറ്റം വന്നിട്ടില്ല, അമെൻമെൻറ്റുകൾ. ഞാൻ ഇത് പറയാൻ കാര്യം എന്തെന്ന് പറഞ്ഞിരുന്നാൽ, നമ്മൾ സ്വാഭാവികമായി ചില പ്രശ്നങ്ങൾ എടുത്തു വെച്ച് നോക്കുക. ഇപ്പം ഒരു മനുഷ്യാവകാശ പ്രശ്നം നോക്കാം. നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് 144 പ്രഖ്യാപിക്കാം, ആരെ വേണോ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോകാം എന്നൊക്കെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു. ആരടുത്തും ചോദിക്കാതെ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന് ഒരു പാർലമെൻറ്റിൽ പോലും കൊണ്ടുവന്നിട്ടില്ല. അവർക്ക് തോന്നി അവർ കൊണ്ടുവന്ന്, ആരും ചോദ്യം ചെയ്തതുമില്ല. പക്ഷേ അതിനെ എതിർത്തുകൊണ്ടൊരു ശക്തി ഉണ്ടായിരുന്നു സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ കാലത്തൊക്കെ, ജയപ്രകാശ് നാരായണൻ്റെ കൂടെ. അത് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം അത് ജനതാ പാർട്ടി എന്നുള്ള പേരിൽ അധികാരത്തിൽ വന്നു. അന്ന് അവർ ആദ്യമായി പറഞ്ഞത്, ഇന്ത്യക്കകത്ത് ഇനി ഒരു കരിനിയമങ്ങളോ ഇതേപോലെയുള്ള മോശപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു നിയമവും കൊണ്ടുവരില്ല എന്നാണ് മൊറാർജി ദേശായി അന്ന് പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യാം, 1978 തന്നെ അസ്വസ്ഥബാധിത പ്രദേശം എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളും പ്രഖ്യാപിച്ചു. പ്രധാനമായിട്ടും ആസാമിലാണ് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത്.
രണ്ടാമത് ആന്ധ്രയിലെ കരിനഗറിലെ സിർസില്ല താലൂക്കിനകത്തായിരുന്നു. അവർ അസ്വസ്ഥ ബാധിത പ്രദേശം എന്ന് പറഞ്ഞ് ആരെ വേണോ പിടിച്ചോണ്ട് പോകാനും വെടിവെച്ച് കൊല്ലാനുമുള്ള അവകാശം കൊടുത്തത്. അത് കഴിഞ്ഞ് എത്ര നിയമം ഇപ്പം ടാഡ കഴിഞ്ഞിട്ട് UAP വരെ എത്തി നിൽക്കുകയാണ്. എത്രയോ ഏകദേശം നമുക്ക് കണക്കൂട്ടി തന്നെ 47 കരിനിയമങ്ങളിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ആരാണ് അധികാരത്തിലിരിക്കുന്നത് അവർക്ക് ഭരിക്കുന്നതിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും ചെയ്യാം. അത് എപ്പോഴും എങ്ങനെ വേണോ മാറ്റി തിരിച്ചിരിക്കുന്നതിനുള്ള ഒരു ഫ്ലെക്സിബിൾ നമ്മളെ ഭരണഘടനയിലുണ്ട്. അത് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് മതത്തിൻ്റെ പ്രശ്നം വരുമ്പോഴത്തേക്ക്. മതത്തിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കൊച്ചു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഒരു നടന്ന കാര്യമാണ്, നാഗേഷിനൊക്കെ അറിയാമെന്നുള്ളതാണ്. ഈ ഏപ്രിൽ മാസം 22-ാം തീയതി ഒരു കല്ല് വയ്ക്കുന്നതായിട്ടൊരു ബന്ധം നടന്നു, ഒരു പ്രശ്നം നടന്നിരുന്നു അയോധ്യയിൽ. ആ അയോധ്യയിൽ അതിനെതിരെ മതരാഷ്ട്രമല്ല മതേതര രാഷ്ട്രമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ പരിപാടിയിൽ വന്നത് വെറും 54 പേരാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പരസ്യം കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ള ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ആൾക്കാരെ ബോധ നിലവാരം എത്ര ഉണ്ട്, എങ്ങനെയാണ് ഇടതുപക്ഷം ഭരിക്കുന്നുണ്ട്, അവർ ഒരു പ്രതിഷേധവും അവർ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമെന്ന് നമ്മൾ അതൊന്ന് പരിശോധിക്കണം. എന്തുകൊണ്ട് നമ്മളെ വോട്ടർമാരായ പ്രജകൾ എന്തുകൊണ്ടൊരു സാമൂഹികമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ഇടപെടാൻ താല്പര്യപ്പെടുന്നില്ല, മാറി നിൽക്കുന്നു? ഏറ്റവും പുരോഗമനം പറയുന്ന ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ മാറി നിൽക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ നിന്ന് മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ സംഘപരിവാറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ BJP ആണ് കുറ്റം പറയുന്നത്. BJP എങ്ങനെ കുറ്റം പറയാൻ പറ്റും? BJP നിയന്ത്രിക്കുന്നത് 2 ലക്ഷത്തോളം വരുന്ന സംഘപരിവാറിൻ്റെ സംഘടനകളാണ് BJP നിയന്ത്രിക്കുന്നത്. അതിൻ്റെ പ്രതിനിധിയാണ് മോദിയും അമിത്ഷാ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പ്രതിനിധികളാണ്. അവർ പോയിരുന്ന വേറെ ഒരാൾ വരും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കുടുംബത്തിൽ തുടങ്ങണം. ഒരാൾ പോലും RSSൻ്റെ ശാഖയെ പോകാതിരിക്കുക, സംഘപരിവാറുമായി ബന്ധപ്പെടാതിരിക്കുക, ബന്ധപ്പെടുന്നു എങ്കിൽ ഒറ്റപ്പെടുത്തുക. ആ രീതിയിൽ മാത്രമേ ഇതിൻ്റെ ഒരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പക്ഷേ അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJP തോറ്റു എന്ന് വെച്ചോളി. BJP തോറ്റിരുന്നിരുന്നാലും ഈ ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ ശക്തികൾ ഇവിടെ തന്നെ നിലനിൽക്കും. അവർ ഒരിടത്തും പോകില്ല, ഇവിടെ തന്നെ നിലനിൽക്കും. അവരെപ്പോഴും അവസരം കിട്ടുമ്പോഴത്തേക്കും അവർ മുൻകൈ പ്രവർത്തനത്തിലേക്ക് അവരെത്തും. അതൊരു ഒരു സാഹചര്യം അതാണ്. ആ രീതിയിലേക്ക് നമ്മൾ എത്തപ്പെട്ടു കഴിഞ്ഞു, ആയിപ്പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ മതേതര രാഷ്ട്രീയത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് ആദ്യമായി സംഘപരിവാറിൻ്റെ അതിനെ നമ്മൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി, ഇവിടെ നിന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടി സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ RSSലേക്ക് അല്ലെങ്കിൽ സംഘപരിവാർ ഗ്രൂപ്പിലേക്ക് ഒരാളിനെ പോലും നമ്മൾ വിടാതിരുന്നിരുന്നാൽ അവരും പരിശോധിക്കും എന്തുകൊണ്ട് നമുക്ക് ആളെ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ മതരാഷ്ട്രത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അവരുടെ അടുത്ത് പറയാൻ പറ്റും, കൂടുതൽ മതരാഷ്ട്രത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വളഞ്ഞിരുന്ന് കുറേ കാലം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ യാദൃച്ഛയായിട്ട് DPNലേക്ക് വന്നതാണ്, അതുകൊണ്ട് ഒരു വിഷയം പോലും അറിയാതെ വന്നതാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അതിൽ വേറൊരു ഇത് വരുന്നില്ല. എല്ലാ പേരും അവരുടേതായ സ്വന്തം അഭിപ്രായമാണ് പറയുന്നത്. അത് ഒരാൾ ഉന്നത പറയാവൂ, ഒരാൾ ഇന്നത് പറയരുത് എന്ന് പറഞ്ഞ് നിർബന്ധപൂർവം ഇടിച്ചിരുത്തുകയോ ആ ആളിനെ വ്യക്തിപരമായി തേജോവധം ചെയ്യുകയോ ചെയ്യുന്ന നടപടിയിലേക്ക് ഒരു കാരണവശാലും പോകരുത്. നമ്മളെല്ലാവരും പഠിക്കാനും പഠിപ്പിക്കാനും വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെയും ധാരാളം പഠിക്കാനുണ്ടാവും. ആ പഠിക്കുന്നു എന്നുള്ള രീതിയിലിരുന്ന് കാര്യങ്ങൾ ശ്രവിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടി എനിക്ക് നാഗേഷിൻ്റെ അടുത്ത് പറയാനുണ്ട്. ഞാൻ ആത്മാനന്ദൻ, സോഷ്യലിസ്റ്റാണ്. മതരാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയം ഉയർത്തി ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ച നാസ്തിക് നേഷന് എൻ്റെ അഭിവാദ്യങ്ങൾ. ഇത് ഇപ്പോൾ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. എന്നാൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നമ്മുടെ കേരളത്തിൽ
സ്പേസുകൾ വളരെ കുറയുന്നു. കാരണം മതത്തെ എല്ലാവരും ഭയപ്പെടുന്ന തലത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കാലമാണിത്. നമ്മുടെ രാജ്യം ഇപ്പോഴും പുരാതന ഗോത്ര സംസ്കാരത്തിൽ നിലനിൽക്കുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിന് കാരണം ജാതിയും മതവും ഇപ്പോഴും പൂർവാധികം ശക്തി പ്രാപിച്ച് മുമ്പോട്ട് വരുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. 1921 അതറിയാം നമുക്ക്, നമ്മുടെ നവോത്ഥാന നായകരും കവികളും കലാകാരന്മാരും ഒക്കെ ജാതിയെയും മതത്തെയും ഒക്കെ എതിർത്തുകൊണ്ടുള്ള കലകളും കവിതകളും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പ്രസക്തമായ ഒരു കാവ്യം 1921 കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. അതിൽ എനിക്ക് വലിയ ഇഷ്ടം തോന്നിയ കുറച്ച് വരികൾ: എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും, ക്രൂരയാം ജാതിയാൽ ന്യൂനമലസിപ്പോയി ഭാരതമാതാവേ നിൻ വയറ്റിൽ, തേച്ചുമിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാംബേ, താണു കിടക്കുന്നു നിൻ കുക്ഷിയിൽ ചാണ കാണാതെയാറേഴു കോടി ഇന്നും, എന്തിനായി കേഴുന്നു ദീനയാം നീ ദേവി എന്തു ഖേദിപ്പാൻ ദരിദ്രയോ നീ, എന്തിനായി കേഴുന്നു ദീനയാം നീ ദേവി എന്തു ഖേദിപ്പാൻ ദരിദ്രയോ നീ. ആ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് വേണ്ട മഹാന്മാരായുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട ആളുകൾ മാറ്റപ്പെടുന്നവരായി, മറയ്ക്കപ്പെടുന്നവരായി മാറേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നാം ഓരോരുത്തരും അതിന് ഉത്തരവാദികളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു മാറ്റവും വരാതെ കാലങ്ങളായി അടിസ്ഥാന വർഗങ്ങൾ, ദളിത് വർഗങ്ങൾ, പാവപ്പെട്ടവർ, തൊഴിലാളി വർഗം ഇവരെയൊക്കെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങൾ മുഴുവൻ വഞ്ചനയാണ്, ചതിയാണ് ഈ രാജ്യത്തോടും ആ ജനതയോടും ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവും എനിക്കില്ല. എന്നിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തി, വളരെ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇപ്പോഴും അവരെ നിലനിർത്തുന്നതിൻ്റെ കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതത്തെയും ജാതിയെയും പ്രത്യക്ഷമായോ അല്ലെങ്കിൽ പരോക്ഷമായോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം പിന്നീട് വന്ന് ജാതിയുടെ ആ ഒരു അവസ്ഥയും കൊണ്ട് മാറിക്കഴിഞ്ഞ് 1960-70 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ മഹാനായ വയലാർ വരുന്നത്. വയലാർ കുറച്ചും കൂടി അതിനകത്ത് പറഞ്ഞിരുന്നത്, വയലാറിൻ്റെ ഒരു പാട്ട്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു. യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മതം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ജനങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. എല്ലാ മോശപ്പെട്ട കാര്യങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെയും രാജ്യത്തെയും വഞ്ചിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് അധികാരികൾ എന്ന് നമ്മുടെ ഭരണഘടന പറയുമ്പോൾ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന 3.5 കോടി ജനങ്ങൾ ഉള്ള കേരളത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്ന അതിനകത്ത് തന്നെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ടവരെ അല്ല തിരഞ്ഞെടുക്കുക. രാഷ്ട്രീയ പാർട്ടികൾ അവർക്കിഷ്ടമുള്ള കുറച്ച് ആളുകളെ എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയും അവർക്ക് വോട്ട് ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുകയും അറിഞ്ഞോ അറിയാതെയോ നമ്മളെ കൊണ്ട് അതിന് ചെയ്യിക്കുന്ന ഒരു തലത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മളാണോ അവരെ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ MLA-മാരെ നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത്, നമുക്കിഷ്ടമുള്ളവരെ അല്ല. അപ്പോൾ പാർട്ടികൾ, ഏതെങ്കിലും പ്രബലമായ 3 പാർട്ടികൾ അവർ തീരുമാനിക്കുന്ന, അവരുടെ അജണ്ട നടപ്പാക്കുന്ന, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്ന കുറച്ച് ആളുകളെയാണ് ഇപ്പോൾ നമ്മൾ എടുത്തു വെക്കുന്നത്. വെറും 3.5 കോടി ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി നമ്മൾ ജോലിക്കാരായി നിയമിച്ചിട്ടുള്ള ഈ പറയുന്ന പ്രതിനിധികൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്ക് ജാതിയില്ലേ? അവർക്ക് മതമില്ലേ? ഇതെല്ലാം 90% ആളുകളും എതിർക്കുന്നു എന്ന് പറയുന്നവർ തന്നെയാണ് ഈ ജാതിയും മതത്തിൻ്റെയും ഐഡൻറ്റിറ്റിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഉപേക്ഷിക്കുന്നവരുടെ അവസ്ഥ നമ്മളൊന്ന് നോക്കൂ. എനിക്കൊരു മകനുണ്ട്. അവനെ നമ്മൾ ജാതിയും മതവും ഒന്നും ചേർക്കാതെയാണ് സ്കൂളിൽ ചേർത്തിട്ടുള്ളത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടി ഭീകരമായ ബുദ്ധിമുട്ടാണ് മറ്റു കുട്ടികളിൽ നിന്ന് നേരിടുന്നത്. ചെറിയ കളിയല്ല. നമുക്കതിവിടെ പറയാൻ കഴിയാത്ത തലത്തിലേക്ക് വളരുന്നു. 4 സ്കൂൾ അവനെ ഞാൻ മാറ്റി. എങ്ങനെ മുമ്പോട്ട് പോകും?
അതായത് കുട്ടികളിൽ നമ്മൾ പഠിപ്പിക്കാൻ ഇത്തരം കാര്യങ്ങൾ അവരെ ശാസ്ത്രബോധം പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ഈ പറയുന്ന ജാതിയും മതവും വർഗവും പഠിച്ചിട്ട് വരുന്ന അതായത് ഒരു മിഡിൽ ക്ലാസ്സിന് മുകളിൽ നിൽക്കുന്ന കുട്ടികളാണ് അക്രമകാരികളായി അത്തരം കാര്യത്തിൽ വരുന്നതും കൂടി ഒരു യാഥാർത്ഥ്യമുണ്ട്. സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ കുട്ടികളല്ല. അപ്പം എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്? എങ്ങനെ നമുക്കൊരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിയും? ചെറിയ കളിയല്ല, വളരെ അപകടകരമായ തലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ നമ്മൾക്കൊക്കെ മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ പേരിൻ്റെ, ആ മക്കളുടെ രൂപത്തിൻ്റെ, ഭാവത്തിൻ്റെ, ഡ്രസ്സിൻ്റെ, കളറിൻ്റെ ഒക്കെ പേരിൽ അവർ ആക്രമിക്കപ്പെടാം, അവർ കൊല്ലപ്പെടാം. ആ തലത്തിലുള്ള ആ സാഹചര്യത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. എങ്ങനെ നമുക്ക് മാറാൻ കഴിയും? യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞാൽ വേണ്ടത് അടുത്ത ചർച്ച നമുക്കിതിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് പേര് കൂടിയിരുന്ന് വളരെ വലിയ വിജയമാണിത്. കാരണം മതത്തെ ലോകമെമ്പാടും പ്രചരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം. നമ്മൾ പല സ്ഥലങ്ങളിലും പോകും, ഉപദേശികളിൽ നിന്നിട്ട് പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കേൾക്കാൻ ഒരാളും ഉണ്ടായിട്ടില്ല. പക്ഷേ ലോകമെമ്പാടും ക്രിസ്തുമതം പ്രചരിച്ചു. ഇപ്പോഴും അവരത് തുടരുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്ന പുസ്തകം പുതിയ നിയമം എന്ന് പറയുന്നൊരു പുസ്തകമാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പുസ്തകങ്ങൾ അടിച്ചിറക്കി. നിങ്ങൾക്ക് ആ മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുമ്പോൾ അറിയാം, 100 കണക്കിന് ബുക്കുകളാണ് ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ അവിടെ കിടക്കുന്നത്. ഒരു പേജ് പോലും തുറന്നു നോക്കാറില്ല. ഏറ്റവും മനോഹരമായി ഏറ്റവും വില കൊടുത്തടിക്കുന്ന ഒരു പുസ്തകമാണ് ഈ നമ്മുടെ പുതിയ നിയമം. അതിൻ്റെ പേപ്പറിൻ്റെയൊക്കെ ക്വാളിറ്റി വേറെ ഒരു പേപ്പറിനും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വന്നത്, മതത്തെ പ്രചരിപ്പിക്കാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടന എത്രയോ കാലമായി ഇവിടെ ഉണ്ട്. ആരും ചോദ്യം ചെയ്തിട്ടില്ല. മതത്തിൻ്റെ പേരുള്ള രാഷ്ട്രീയ സംഘടനയാണ്. അപ്പം സ്വാഭാവികമായും ഭൂരിപക്ഷമുള്ള തലച്ചോറിന് കുറച്ച് ബുദ്ധിവികാസം കുറഞ്ഞ ആളുകളെ ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യയിൽ മതം പറഞ്ഞാൽ അവരെ അടുപ്പിക്കാൻ എളുപ്പമാണ്. ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞാൽ മതി. കാരണം ചെറുപ്പം മുതലേ എല്ലാവരും കണ്ടും കേട്ടും പഠിച്ചും വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതിനൊക്കെ മാറ്റം വരുത്താതെ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന നേതാവായിട്ടുള്ള ഒരാളിനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഈ കവിളിലൂടെ ശൂലം കുത്തിയിറക്കി അവിടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കവിളിലൂടെ ശൂലം കുത്തിയിറക്കിയിട്ട് അവരുടെ ഭക്തി പ്രകടിപ്പിക്കുന്നതായി ഞാൻ കണ്ടു. എവിടെയാണ് നമ്മൾ നിൽക്കുക? എതിർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന അഭിപ്രായങ്ങൾ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, ഓരോരുത്തരും അഭിപ്രായം പറയുന്നതായിട്ടുണ്ട്. വളരെ ദുഃഖകരമായി ഞാൻ പറയട്ടെ, ഇതിനകത്ത് വരുന്ന ചെറിയ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തകരുടെ സാമൂഹ്യ പ്രവർത്തകരുടെ ഒന്നും പോസ്റ്റുകളോ അവരിടുന്ന എഴുത്തുകളോ ഷെയർ ചെയ്യപ്പെടുന്നില്ല, കമൻറ്റുകൾ പോലും ഇടുന്നില്ല, അതിനകത്ത് ലൈക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ അസൂയയും കുശുമ്പും കുന്നായ്മകളും ഉള്ളത് ഈ മാറി നിൽക്കുന്ന കുറച്ച് ആളുകളിലാണെന്ന് ഇത് ഞാൻ പൊതു അഭിപ്രായമല്ല, എൻ്റെ അഭിപ്രായം മാത്രമായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നു. നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും നേടാൻ കഴിയാത്ത അത്രയും വിജയം ഒറ്റയ്ക്ക് പോരാടുന്നവർ നേടിയിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ ഒറ്റപ്പെട്ടു പോയി? സമൂഹത്തെ മാറ്റാൻ നടക്കുന്ന ആളുകൾക്ക്, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, ചെറിയ മറ്റുള്ളവർ പൊക്കോട്ടെ, എന്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല? അവരുടെ പിന്നിൽ അണിനിർക്കാൻ കഴിഞ്ഞിട്ടില്ല? നവാബ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഓർമ്മകളിൽ പോലുമില്ല, മനുഷ്യൻ്റെ ഒരു ഓർമ്മ പോലും നമുക്കാർക്കും കാണാൻ കഴിയുന്നില്ല. കേരളത്തിന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നിയമപരമായി പോരാടി കേരളത്തിൽ വലിയ സന്ദേശങ്ങൾ കൊടുത്ത ഒരാളാണ്. ഒരു മനുഷ്യനും ഒരു സംഘടനകളും ആ വ്യക്തി എടുത്തിരുന്നില്ല. ഇന്നും ഒറ്റപ്പെട്ട സമരം നടത്തുന്ന, ഒറ്റപ്പെട്ട് വിജയിക്കുന്ന 100 കണക്കിന് ആളുകളെ ഞാൻ കാണിച്ചു തരാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തിയൊരു സർവേ നടത്തിയപ്പോൾ അതിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞതാണ്. നമുക്കാർക്കും അതിന് പറ്റുന്നില്ല. വളരെ ഭീഷണി നേരിടുന്ന ആളുകളുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ. എന്തുകൊണ്ട് നമുക്കതൊന്നും കാണാൻ കഴിയുന്നില്ല? ഞാൻ പറഞ്ഞു വന്നത് വളരെ അപകടമാണ്. ഈ പോക്ക് പോയാൽ പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെയൊക്കെ മക്കളുടെ ശവമടക്ക് കാണേണ്ട സാഹചര്യം. എൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 84 വയസ്സുണ്ട്, നിൻ്റെ പ്രവർത്തനം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ അടക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്ന തലത്തിലാവരുതെന്ന്. സത്യം പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ്. ആർക്ക് വേണ്ടി? ജനത്തിന് നമ്മളെ വേണ്ട, അതിനകത്ത് നിങ്ങൾക്ക് യാതൊരു സംശയമില്ല. ജനങ്ങൾക്ക് ഈ സത്യം പറയുന്നവരെയോ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചെല്ലുന്നവരെയോ ഒന്നും ആർക്കും ജനങ്ങൾക്ക് വേണ്ട. കാരണം ജനങ്ങൾ വിഭജിക്കപ്പെട്ട് നിൽക്കുന്നവരാണ്. 1 ജാതിയുടെ, 2 മതത്തിൻ്റെ, 3 രാഷ്ട്രീയത്തിൻ്റെ.
അതുകൊണ്ട് ഈ ചർച്ചകൾ എന്താണെങ്കിലും നടക്കട്ടെ. വളരെ ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ ഈ ചർച്ച സംഘടിപ്പിച്ചവരെ അഭിവാദ്യം ചെയ്യുന്നു. ഇന്നിവിടെ ഇങ്ങനൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്ദേശമുണ്ട്. നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ തുടരട്ടെ. പകരം ഈ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ ഇത്തരത്തിൽ നമ്മൾ കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടതായുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും കൊണ്ട് കഴിയും വിധത്തിൽ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി. നമുക്ക് ഈ തെരുവിലെ ചർച്ച കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. ആരെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കൂടുതൽ സമയം പോയാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി കണ്ണം ശ്രീരാമനെ വിളിച്ചു. ഈ ചർച്ചയിൽ പങ്കെടുക്കാനും സംസാരിക്കാനും വന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ഒരുപാട് ആശയങ്ങൾ ഇവിടെ പങ്കിടപ്പെട്ടു. വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പലർക്കും പലതരം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. വളരെ ചിന്തോദീപകമായിട്ടുള്ള പല അഭിപ്രായങ്ങളും നമുക്ക് ശ്രമിക്കാൻ പറ്റി. അതിന് എല്ലാ പ്രഭാഷകരോടും സംസാരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് രസകരമായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ സൂചിപ്പിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് ചുരുക്കാൻ ശ്രമിക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വിഷയം ഈ രാഷ്ട്രീയത്തിൽ, ഈ മതരാഷ്ട്രീയത്തിൽ ഇന്ത്യ ജനാധിപത്യം നേടുന്ന വെല്ലുവിളികളെന്നതായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ഇത്തരത്തിലുള്ള ഒരു മതരാഷ്ട്രീയം എന്ന് പറയുന്നത് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടെന്നുള്ളതാണ്. ഇന്ത്യ ഇവിടെ ഒറ്റപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ലോകത്തിൽ പല സ്ഥലത്തായിട്ടും ഉണ്ട്. ഇപ്പോൾ അമേരിക്ക പോലും അതിനൊരു എക്സെപ്ഷൻ അല്ല. അവിടെയും ഈ ഒരു മതം ഒരു പ്ലേയിങ് ഫാക്ടറാണ്. രാഷ്ട്രീയക്കാരത് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഒരു കാരണം, നമ്മുടെ ഇപ്പം ജനാധിപത്യത്തെ പറ്റി ഇപ്പോൾ നമ്മൾ പറയുന്നു. ചൈന ഒരു ജനാധിപത്യ രാജ്യമല്ല. പക്ഷേ പലതരത്തിലും ഒരു ജനാധിപത്യ രാജ്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് പല കാര്യങ്ങളും ചൈനയിൽ നടക്കുന്നുണ്ട്. അതേസമയം US ഒരു ജനാധിപത്യ രാജ്യമാണ്. എന്നാൽ ചൈനയിൽ നടക്കുന്നതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലുള്ള ജനാധിപത്യ വൈരുദ്ധ്യം അമേരിക്കയിൽ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു വൈരുദ്ധ്യം തന്നെയാണ്. ഇപ്പം ജനക്ഷേമം എന്നുള്ളൊരു ആശയത്തിനെ മുൻനിർത്തിയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത്. ആ അർത്ഥത്തിൽ ചൈന പലയിടത്തും സ്കോർ ചെയ്യുന്നുണ്ട്. എന്നാൽ വൈരുദ്ധ്യമായിട്ട് തന്നെ, വൈരുദ്ധ്യം എന്ന് പറയുന്ന ഐറണിക്കലായിട്ട് തന്നെ US അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു നമുക്ക് ഇത് പറയാനുള്ളത്, ഈ ഏതൊരു സിസ്റ്റവും ഒരു പരിഷ്കാര പ്രക്രിയയുടെ ഭാഗമായിട്ട് വരുമ്പോൾ മാത്രമേ അത് ശരിയായിട്ടുള്ള പ്രവർത്തനത്തിൽ അത് മുന്നോട്ട് പോകുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ സംഭവിച്ചത്, നമ്മുടെ ജനാധിപത്യം യഥാർത്ഥത്തിൽ നവീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. അത് തുടങ്ങിയിടത്ത് തന്നെ നിന്നു. നമ്മളുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് വലിയ ബൃഹത്തായ ഒരു എഴുതപ്പെട്ട ഒരു ഭരണഘടന ഉണ്ടായി എന്നുള്ളതാണ്. അത് നമുക്കൊരു വലിയ അന്തസ്സായിട്ടാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ അവിടെയും നമുക്ക് കടുത്ത വെല്ലുവിളികളുണ്ട്. എഴുതപ്പെട്ട പല കാര്യങ്ങളിലും പല കാര്യങ്ങളും നമുക്ക് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റും. ഇപ്പം നേരത്തെ തന്നെ സൂചിപ്പിച്ചു, സെക്യുലറിസം യഥാർത്ഥത്തിൽ നിർവചിക്കപ്പെടാത്തൊരു കാര്യം ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വരികയും അത് വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒരു ഉദാഹരണം പറയാം. സെക്യുലറിസം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ എല്ലാ മതങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ യൂറോപ്യൻ കാഴ്ചപ്പാട് നേരെ തിരിച്ചാണ്, ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. അപ്പം ഇത്തരത്തിലുള്ള ഡെഫിനിഷൻസിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ജനാധിപത്യം പരിഷ്കരിക്കേണ്ട ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ വർഗീയതയുടെ ലക്ഷണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തുടക്കത്തിലേ ഉണ്ടായിരുന്നു. പക്ഷേ അത് പിടിച്ചു നിർത്താനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച തടയാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തില്ല. അപ്പം നെഹ്റു ഒരു കരുത്തനായ ഒരു സാരഥിയായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പോലും ഈ RSS പോലുള്ള സംഘടനകളുടെ പ്രവർത്തനത്തെ ചെറുക്കാൻ പറ്റുന്ന ഒരു ഭരണപരമായിട്ടുള്ള നവീകരണം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം RSSനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ മറ്റ് പാർട്ടികളെ കുറ്റം പറയുന്നു. പക്ഷേ കോൺഗ്രസിനെ തന്നെ എടുക്കൂ. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്കാളി മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം സംഘടനയിൽ മുസ്ലിമായിട്ട് ജനിച്ച ആളിന് മാത്രമേ ആ സംഘടനയിൽ അംഗത്വം ആകാൻ പറ്റൂ. BJPക്ക് അത്ര ഒരു നിലപാടില്ല. അപ്പോൾ ഇതിൻ്റെ വൈദ്യുതി കോൺഗ്രസ് ഇവിടെ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് കോൺഗ്രസിന് ഇത് ഒരു തുറന്ന കാഴ്ചപ്പാട് കോൺഗ്രസിന് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മളുടെ ഭരണത്തിൽ തന്നെ, അല്ലെങ്കിൽ ശക്തമായ നിയമങ്ങൾ കൊണ്ട് തന്നെ ഈ RSS പോലുള്ള സംഘടനകൾ, അല്ലെങ്കിൽ BJP പോലുള്ള സംഘടനകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ കോൺഗ്രസ് അത് സമയാസമയത്ത് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയ്ക്ക് നവീകരണം നടന്നില്ല എന്നുള്ളത് ഒരു ദുരന്തമാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. നവീകരണം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഒരു മതരാഷ്ട്രീയത്തിൻ്റെ കടുത്ത ഒരു പ്രതിസന്ധി നമ്മൾ പലരും അഭിമുഖീകരിക്കില്ലായിരുന്നു. ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, നമ്മുടെ ഈ തെരുവിലെ ചർച്ച
അവസാനിക്കുകയാണ്. അടുത്ത മാസം നമുക്ക് നോക്കാം. ഇലക്ഷൻ്റെ അവസാന സമയങ്ങളാണ്. പറ്റുമെങ്കിൽ അടുത്ത മാസവും നമുക്കൊന്ന് കൂടാൻ ശ്രമിക്കാം. എല്ലാവർക്കും പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തിയോട് നിർത്തുന്നു.